بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മൗലവി റഷാദ് ഉദായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി റഷാദ് ഉദായിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിലെ അതീവ പുണ്യദായകമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇതൊരു വലിയ സുഹൃതമാണ്, ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഈ വർഷത്തിൽ ജീവിക്കുവാൻ, ഈ മാസത്തിൽ ജീവിച്ച് അള്ളാഹു അവൻ്റെ യഥാർത്ഥ അടിമകൾക്ക്, വിജയികളായ സജ്ജനങ്ങൾക്ക് നൽകുന്ന പുണ്യങ്ങളിലും അനുഗ്രഹങ്ങളിലും പങ്കാളിയാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, റബ്ബ് നമുക്ക് തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന, നമുക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഒരു വലിയ ആദരവായി കാണാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ വിശുദ്ധ റമളാനിൽ ജീവിക്കുവാൻ അവസരം ലഭിക്കുന്നത് വലിയ പുണ്യമാകുമ്പോൾ തന്നെയും റമളാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ പരാജയവും ആവാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മിമ്പറിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ആമീൻ ചൊല്ലുന്നു. ആരും പ്രാർത്ഥിക്കുന്നത് സ്വഹാബികൾ കേൾക്കുന്നില്ല. ആമീൻ ചൊല്ലി ഇറങ്ങി വരുന്ന തിരുമേനിയോട് സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരും ആമീൻ ചൊല്ലിയത് നിങ്ങൾ ആമീൻ ചൊല്ലിയത് ഞങ്ങൾ കേട്ടു, ആരും തന്നെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടില്ലല്ലോ. സ്വഹാബികൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ വെറുതെ ആമീൻ ചൊല്ലിയതല്ല, മറിച്ച് മുഖറബായ മലക്ക് ജിബ്രീൽ വന്നതാണ്, ജിബ്രീലാണ് പ്രാർത്ഥിച്ചത്, ഞാൻ ആ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലുകയാണ് ചെയ്തത്. എന്താ ജിബ്രീൽ ദുആ ചെയ്തതെന്നോ? നമ്മുടെ സാഹചര്യവുമായി, നമ്മുടെ ഈ അവസരവുമായി ഏറെ ബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഞാനത് പറയുകയാണ്. ജിബ്രീൽ ദുആ ചെയ്യുകയാണ്, റമളാൻ മാസം കടന്നു വന്നു, അതിൽ ജീവിക്കാൻ ഒരു മനുഷ്യന് അവസരം ലഭിച്ചു. ആ റമളാനിനോട് ആ മനുഷ്യൻ വിട ചോദിച്ച സമയത്ത്, റമളാനിൽ നിന്ന് വിട ചോദിച്ച സമയത്ത് ആ മനുഷ്യന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല, അവന്റെ കുറ്റങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല. ചെയ്തു പോയ അബദ്ധങ്ങളും വന്നുപോയ പാകപ്പിഴവുകളും റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പാപങ്ങളിൽ നിന്ന് മടങ്ങിപ്പോരാൻ, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ലഭിക്കുന്ന ഒരു വിശ്വാസിയുടെ ഗണത്തിൽപ്പെടാൻ ആ മനുഷ്യന് സാധിച്ചില്ല. അങ്ങനെയുള്ള മനുഷ്യന്റെ നേരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഇല്ലാതെ പോകട്ടെ. ജിബ്രീൽ ദുആ ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആക്ക് ആമീൻ ചൊല്ലി. സഹോദരന്മാരെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളോട് സ്നേഹത്തോടെ ഉണർത്തട്ടെ. ഞാൻ എൻ്റെ സംസാരത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമുക്ക് പുണ്യമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതും ഖുർആനിനെ ഓതുന്നതും അതിനെ പഠിക്കുന്നതും, അത് അള്ളാഹു അവൻ്റെ അനുഗ്രഹം നിറക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം നിറയുന്ന, മലക്കുകൾ ആശീർവദിക്കുന്ന, അള്ളാഹുവിന്റെ ഉന്നതമായ മലഉൽ അലയിൽ വെച്ച് അള്ളാഹു സ്മരിക്കാൻ പോലും അർഹത ലഭിക്കുന്ന വലിയ ഒരു പുണ്യത്തിലാണ് നമ്മൾ പങ്കാളികളായി ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കുന്ന ഉന്നതമായ ഒരു പുണ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാനിവിടെ ഹബീബായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരന്റെ സംസാരത്തിൽ ഒരുപാട് തവണ വരും. ആ സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയണം. 1-ന് 10 പ്രതിഫലമായി അല്ലാഹു നൽകുന്നതാണ്. തിരുമേനി പറഞ്ഞു, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹാ ബിഅശറ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 നന്മകൾ. അത് പോയാലോ, ബിഹസ്ബി ഇംറിഇം മിനൽ ബുഖൽ,
അൻ ഉദ്കറ ഇൻദഹു ഫലൻ യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവൻ അവൻ പിശുക്കനാണ്. നമ്മൾ പിശുക്കന്മാരാവരുത്. അതുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, എന്തിനാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? എന്തിനാ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്? ആരും കാണാനല്ല. എന്തിനാ സുദീർഘമായി ഞാൻ യാത്ര ചെയ്ത് വന്നത്? എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടുന്ന് തിരിഞ്ഞു പോരുന്നതിന് മുമ്പ് അവിടെയുള്ള ആ ഗൃഹനാഥനെ ഒന്ന് പോയി കൈകൊടുത്ത് കുശലം പറയാറുണ്ട്. എന്തിനാ? ഞാനിവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് അയാൾ അറിയണം. ഒരു മരണ വീട്ടിൽ പോയാൽ ആ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്ത് പോയി നമ്മൾ അവരുടെ വിഷമത്തിൽ പങ്കാളിയാവാറുണ്ട്. എന്തിനാ നമ്മൾ അവരുടെ ചെല്ലുന്നത്? നിങ്ങളുടെ സങ്കടത്തിൽ, നിങ്ങളുടെ പ്രയാസത്തിൽ ഞാൻ അതിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കൽ നമ്മളെല്ലാവരും ചെയ്യുന്നതാ. പക്ഷെ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വന്നത് എന്തിനാ? ഇവിടെ പ്രഭാഷണം നടത്താൻ വരുന്ന ആളെ ഒന്ന് പരിചയപ്പെടണം, അതല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്ന ആളുകളൊന്ന് കാണട്ടെ, ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയല്ല. മറിച്ച് എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ വലിയ തിരക്കുള്ളവരാണ്, വലിയ ഉത്തരവാദിത്വങ്ങളുള്ളവരാണ്. ഒരു പണിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ആരും എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കുമ്പോൾ, വിചാരണയ്ക്ക് കളമൊരുങ്ങുമ്പോൾ, കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ അവിടേക്ക് അതിലേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടുന്നതിൽ ഒരു പുണ്യത്തിൻ്റെ ഏടുകൂടെ എഴുതി ചേർക്കണം എന്ന ആഗ്രഹമാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി പണിയെടുക്കുന്ന, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനായ ഖത്തീബ് സൂചിപ്പിച്ച പോലെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനുള്ളത് സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയമാണ്. ചൊവ്വായ മാർഗം, നേരായ മാർഗം, ഋജുവായ മാർഗം എന്നാണ് അതിൻ്റെ ശരിയായ ഭാഷാർത്ഥം. നേരായ വഴി. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കും. സൂറത്തു ഫാത്തിഹയിലൂടെ നമ്മൾ പാരായണം ചെയ്യുന്നതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. റബ്ബേ, എന്നെ നീ ചൊവ്വായ മാർഗത്തിൽ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ വഴി നടത്തണേ അല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിർബന്ധമായി നമസ്കാരത്തിൽ 17 തവണ ഓരോ മുസ്ലിമും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓതിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ഒരു മാർഗത്തിലാണോ ഉള്ളത്? ആ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ടോ? പരിശോധിക്കണം. നമ്മൾ ആക്ഷേപങ്ങൾ നടത്താനല്ല, പരിഹസിക്കാൻ വേണ്ടിയല്ല, കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശ്വാസികൾ ഒരുപോലെയാണ്, ചെറുപ്പിന്റെ പല്ല് കണക്കെ ഒന്നിനൊന്നായി തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടവരാ നമ്മൾ. പരസ്പരം കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ച്, അവഹേളിച്ച് അങ്ങനെയൊന്നും അല്ല നമ്മൾ ഒരു ഭവനത്തിൻ്റെ അതിൻ്റെ കല്ലുകൾ പരസ്പരം ചേർത്ത് വെക്കുന്ന പോലെ അങ്ങനെ നിൽക്കേണ്ടവരാണ്. ഐക്യത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ബുദ്ധിയുള്ള, വിവേകമുള്ള, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ. ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ മാർഗത്തിൻ്റെ വിഷയം വിശദീകരിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി പറഞ്ഞു തുടങ്ങേണ്ടത്
ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുതൽ നമ്മൾ പരിശോധിക്കണം. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചു, എന്നിട്ട് സ്വർഗത്തിലേക്ക് നിയോഗിച്ചു. സ്വർഗത്തിൽ താമസിക്കാൻ പറഞ്ഞു. ഹവ്വായിനെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടൊരു കൽപ്പന കൊടുത്തു. എന്ത്? വലാ തഖറബാ ഹാദിഹി ശജറ ഫതകുനാ മിനൽ ളാലിമീൻ. നിങ്ങൾ ആ കാണുന്ന മരത്തെക്കൊള്ള സമീപിക്കരുത്, അതിൻ്റെ നേരെ ചെല്ലരുത്, അതിലെ പഴം നിങ്ങൾ പറിച്ച് തിന്നരുത്. അങ്ങനെ തിന്നാലോ നിങ്ങൾ ളാലിമീങ്ങളിൽ പെട്ടുപോകും, അക്രമിയായി പോകും, അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നവരായി പോകും എന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷേ ഇബ്ലീസിന്റെ പ്രേരണയിൽ വശംവദനായി അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കേണ്ടി വന്നു ആദം നബിക്കും ഹവ്വായിനും. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, ഇത് മനുഷ്യോൽപത്തിയുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. പടച്ചവനെ പേടിക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, റബ്ബിന്റെ ലിഖാ ആഗ്രഹിക്കുന്ന, പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള എൻ്റെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഇത് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. വചനങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഏറ്റവും നല്ലത് അത് ഉൾക്കൊണ്ട് അംഗീകരിച്ച് ആചരിച്ച് പാലിച്ച് പഠിച്ച് പുലർത്തി പുണർന്ന് ജീവിക്കാൻ കഴിയണം നമുക്ക്. അങ്ങനെ അള്ളാഹു ആ കൽപ്പന പുറപ്പെടുവിച്ചു. ആദം നബി ഇബ്ലീസിന്റെ പ്രേരണയിൽ വശംവദനായി റബ്ബിന്റെ കൽപ്പന ധിക്കരിക്കേണ്ടി വരുന്നു. അപ്പെന്തേ റബ്ബ് പറഞ്ഞത്? ഇനി നിങ്ങൾക്ക് ജീവിക്കുവാനുള്ളത് സ്വർഗമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇനി നിങ്ങൾക്ക് സ്വർഗത്തിൽ താമസിക്കാൻ അവസരമില്ല. പിന്നെ എവിടേക്കാ പോകേണ്ടത്? വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. ഇനി നിങ്ങൾ അധിവസിക്കേണ്ടത് ഭൂമിയിലാണ്. ഒരു നിശ്ചിത അവധി വരെ അവിടെ ജീവിക്കുവാനുള്ള വിഭവങ്ങൾ നാം ഒരുക്കിയിട്ടുണ്ട്. ഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദം നബിയും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുകയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യകുലത്തിനോട് റബ്ബുൽ ആലമീനായ പടച്ച റബ്ബിന്റെ ഒരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറയുടെ 38-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ വിശ്വാസികളാണ്, മനുഷ്യരാണ്, നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ആയത്താണ്. റബ്ബ് പറയാണ്, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകണം. ഇനി നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഭൂമിയാണ്. ആ ഭൂമിയിൽ പോയി നിങ്ങൾ താമസിക്കുമ്പോ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഇനി നിങ്ങൾ താമസിക്കേണ്ടത് ഭൂമിയാണ്. ആ ഭൂമിയിൽ നിങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ മനുഷ്യകുലത്തിനോട് റബ്ബിന്റെ പ്രഖ്യാപനം വരികയാണ്. നിങ്ങൾ ഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ, അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോ, അത് പ്രവാചകന്മാരിലൂടെ പ്രബോധകന്മാരിലൂടെ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോ, ആരാണ് ആ സന്മാർഗത്തെ പിൻപറ്റുന്നത്? ഫമൻ തബിഅ ഹുദായ, ആരാണ് ആ ഹിദായത്തിനെ പിൻപറ്റുന്നത്? ഇതെന്റെ റബ്ബിന്റെ വാക്യമാണ്, ഇതെന്റെ റബ്ബിന്റെ വചനമാണ്, ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ്, ഇതെന്റെ റബ്ബിന്റെ തീരുമാനങ്ങളാണ്. ഞാനത് അംഗീകരിക്കണം, ഞാനത് ഉൾക്കൊള്ളണം, ഞാനത് പഠിക്കണം, ഞാനത് പാലിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കണം എന്ന് മനസ്സിലാക്കി ആരോ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ സങ്കടപ്പെടേണ്ടി വരികയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് മനുഷ്യ സമുദായത്തെ. ആ സൃഷ്ടിപ്പ് മുതൽ, ആ തുടക്കം മുതൽ അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ, വചനങ്ങളുടെ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആര് ജീവിക്കുന്നോ അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ സങ്കടപ്പെടേണ്ടി വരികയില്ല.
അപ്പൊ അതിനൊരു മറുവശമുണ്ടാകും. എന്ത്? അള്ളാന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നവര് ദുഃഖിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ സൂറത്ത് ബഖറയുടെ 39-ാമത്തെ ആയത്ത്, അടുത്ത ആയത്തിൽ പടച്ചോൻ പറയാ, വല്ലദീന കഫറൂ വകല്ലബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നഹാർ ഹും ഫിഹാ ഖാലിദൂൻ. എന്റെ ആയത്തുകൾ അവരിലേക്ക് വരുമ്പോ ആരാണോ എന്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ട് അതിനെ കളവാക്കിക്കൊണ്ട് ആരാണോ ജീവിക്കുന്നത്, ഉലൈക അസ്ഹാബുൻ നഹാർ, അവര് നരകത്തിനുള്ള ആളുകളാണ്, അവര് നരകാവകാശികളാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവര് നരകത്തിൽ നിത്യവാസികളായിരിക്കും. അവര് എക്കാലഘട്ടവും നരകത്തിൽ നിത്യവാസികളായി അവര് കഴിഞ്ഞുകൂടേണ്ടി വരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ വിഷയത്തിന്റെ ആമുഖമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷിക്കാം, അതിൽ നിന്ന് തെന്നിപ്പോകുന്നവർക്ക് സങ്കടപ്പെടേണ്ടി വരും, നരകത്തിൽ പോവേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. ലോകത്ത് ജീവിക്കുന്ന ആളുകൾ 2 തരമാണ്. പരലോകത്ത് ഹാജരാക്കപ്പെടുക 2 വിഭാഗം ആളുകളായിട്ടാണ്. ഒന്ന് സന്തോഷിക്കുന്നവർ, ഒന്ന് സങ്കടപ്പെടുന്നവർ. സന്തോഷിക്കുന്ന വിഭാഗവും സങ്കടപ്പെടുന്ന വിഭാഗവും. ഏത് വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടണം എന്ന് തീരുമാനം എടുക്കാനുള്ള അവകാശവും അള്ളാഹു മനുഷ്യന് കൊടുത്തു. 76-ാം അധ്യായം സൂറത്ത് ഇൻസാനിന്റെ 3-ാമത്തെ ആയത്ത് അള്ളാഹ് പറയാ, ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇതാ മനുഷ്യരെ, നിങ്ങൾക്ക് മുമ്പിൽ ഇതാ 2 വഴികൾ. ഒന്ന് നന്ദിയുടെ മാർഗമാണ്, ഒന്ന് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള അവസരമാണ്. എനിക്ക് ഞാൻ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ ഉണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, എൻ്റെ സമ്പത്തും സന്താനങ്ങളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ വീടും എൻ്റെ വാഹനവും എൻ്റെ കുടുംബവും എല്ലാം എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ സമ്മാനമാണ്. ആ കാര്യങ്ങളെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെന്ത് സുഖസൗകര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നൽകിയ സമ്മാനമാണ് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നൽകിയ ദാനമാണ്. അത് എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് എണ്ണാൻ നിന്നാൽ നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളെ അതിനെ എണ്ണാൻ നിന്നാൽ നിങ്ങൾക്ക് കഴിയൂല കേട്ടോ. അതുകൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ എല്ലാം എൻ്റെ റബ്ബിൻ്റെ ദാനമാണ്, ഇതെല്ലാം എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ദാനമാണ്, അനുഗ്രഹമാണ്, അതിന് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട്. ആ റബ്ബ് പഠിപ്പിച്ച മാർഗം ഞാൻ അനുസരിക്കേണ്ടതുണ്ട്. ആ റബ്ബിൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന മാർഗമുണ്ടല്ലോ, അതിലൂടെ ഞാൻ പോവേണ്ടതുണ്ട്. ആ വഴിയിൽ നിന്ന് ഞാൻ തെറ്റിപ്പോയാൽ ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനായി പോകുമല്ലോ എന്ന് മനസ്സിലാക്കി ശാക്കിറായി നന്ദി കാണിച്ച് ജീവിക്കുവാൻ ഇവിടെ അവസരമുണ്ട്. ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ, ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തന്നെയും എൻ്റെ റബ്ബുൽ ആലമീനായ പടച്ച റബ്ബിന്റെ മാർഗത്തിന് വിപരീതമായി കാഫിറായി ജീവിക്കുവാനുള്ള അവസരവും ഇവിടെയുണ്ട്. മുഅ്മിനായി ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവര് ആ വഴി തെരഞ്ഞെടുത്തോളൂ. കാഫിറായി ഫാജിറായി ളാലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ വഴിയും തെരഞ്ഞെടുക്കാം. റബ്ബ് നമുക്ക് മുമ്പിൽ ചോയ്സ് വെക്കുന്ന. അപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതാണ് മനുഷ്യപ്രകൃതിയാണിത്. സിറാത്തുൽ മുസ്തഖീം തിരഞ്ഞെടുക്കാം, അതിന് വിരുദ്ധമായ മാർഗത്തിലൂടെയും മുന്നോട്ട് പോകാം. ഏത് വഴിയും തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്ന് അള്ളാഹു നമ്മളോട് പറയാം. ഞാൻ മറ്റേ വിഷയത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, ആ ചരിത്രത്തിലേക്ക്. ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ ഒരു സന്ദർഭം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം.
അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് മറ്റൊരു സംഭാഷണം നടക്കുകയാണ്, അള്ളാഹുവും ഇബ്ലീസും തമ്മിൽ. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയുണ്ട്. എന്താണ്? ഖാല അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. പടച്ചവനെ, എനിക്ക് ഖിയാമത്ത് വരെ നീ ആയുസ് നൽകണം, ഖിയാമത്ത് വരെ എനിക്ക് ആയുസ് നീട്ടിയിട്ട് തരണം. എന്തിനാ ഇബ്ലീസ് സമയം ചോദിക്കുന്നത്? ചെയ്തു പോയ തെറ്റ് റബ്ബിന്റെ മുമ്പിലേറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങാനാണോ? അല്ല, മറിച്ച് എന്തിനാ? അതുകൂടെ പറയാ ഇബ്ലീസ്. ഖാല ഫബിമാ അഗവൈതനി ലഅഖഉദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. ഇബ്ലീസ് സമയം ചോദിച്ചത് എന്തിനാണെന്നോ? സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകുന്ന നിന്റെ അടിമകളുണ്ടല്ലോ, നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന നിന്റെ അടിമകൾ ആ വഴിയിൽ നിന്ന് തെറ്റിച്ച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അതിന് എനിക്ക് സമയം തരണം എന്ന് റബ്ബിനോട് അപേക്ഷിക്കുമ്പോ റബ്ബിന്റെ മറുപടി എന്താണെന്നോ? ഖാല ഇന്നക മിനൽ മുൻളരീൻ. ഇതാ നിനക്ക് ആയുസ് അനുവദിച്ചു തന്നിരിക്കുന്നു, ഇതാ നിനക്ക് ആയുസ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഇബ്ലീസ് സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളായ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ ആ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ റബ്ബിനോട് സമയം ചോദിച്ചു, റബ്ബ് കൊടുത്തു. അപ്പം നമ്മൾ പഠിക്കേണ്ടത് രണ്ട് തരത്തിലുള്ള സമരം ഈ ലോകത്ത് നടക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താനുള്ള ഒരു മുസ്ലിമിന്റെ അധ്വാനം. ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ പിതാവ് ഇറങ്ങിപ്പോന്നത്, ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ മാതാവ് ഇറങ്ങിപ്പോന്നത്, ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവാനുള്ള മനുഷ്യന്റെ അധ്വാനം, ആ അധ്വാനത്തിന് ഘടകവിരുദ്ധമായി അവരെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടിയുള്ള പിശാചിന്റെ അധ്വാനം. രണ്ട് തരത്തിലുള്ള അധ്വാനം ഈ ലോകത്ത് നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂല് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം നമുക്ക് കൃത്യമായി വിശദീകരിച്ച് തരികയാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തിരുമേനി ഈ മാർഗം അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഈ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോകുന്ന സാഹചര്യങ്ങളും പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തം ബിയദിഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നായിരുന്നു. അദ്ദേഹം പള്ളിയിൽ ഒരു വര വരച്ചു. ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തം ബിയദിഹി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് പള്ളിയിൽ ഒരു നേർരേഖ വരച്ചു. എന്നിട്ട് പറയാ തിരുമേനി, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ. ഇതാണ് അള്ളാഹുവിന്റെ നേരായ മാർഗം, വളവുകളില്ലാത്ത വക്രതയില്ലാത്ത തൗഹീദിന്റെ സുന്ദരമായ നേർക്കുനേരെയുള്ള മാർഗം. ഈ മാർഗം പിൻപറ്റിയാലോ ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് റബ്ബ് പറഞ്ഞ സ്വർഗമുണ്ടല്ലോ, വിശ്വാസികൾക്ക് മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇതാണ് എൻ്റെ നേർരേഖ, ഇതാണ് എൻ്റെ നേരായ മാർഗം. ഇത് നിങ്ങൾ ആ ഒരു മാർഗത്തിൽ ഖുർആനിന്റെ പ്രവാചകന്റെ വചനങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കണം. ഇതാണ് നേർക്ക് നേരെയുള്ള മാർഗം എന്ന് പറഞ്ഞു. എന്നിട്ടോ ഫഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി. ആ വര വരച്ചിട്ട് വിശദീകരിച്ചിട്ട് തിരുമേനി ആ വരയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി ഇടത്തും വലത്തുമായി ഒരുപാട് വരകൾ വരക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹാദിഹി സുബുൽ ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്വാൻ യദ്ഉ ഇലൈഹി. ഈ നേർരേഖക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വഴികളുണ്ടല്ലോ, ആ മാർഗങ്ങളൊന്നും നിങ്ങൾ
സ്വീകരിക്കരുത്. ആ മാർഗങ്ങളിലൂടെ ഒന്നും നിങ്ങൾ മുന്നോട്ട് പോയേക്കരുത്. എന്തേ കാരണമെന്നോ, ആ വഴികളിലെല്ലാം പിശാചിന്റെ മാർഗമാണ്. ഈ നേരായ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിയാൽ പിന്നെ നിങ്ങൾ പോകുന്ന വഴികൾ മുഴുവനും പിശാചിന്റെ മാർഗമാണ്, ഇബ്ലീസിന്റെ വഴിയാണ്. നേർക്ക് നേരെയുള്ള മാർഗത്തിൽ നിന്ന് പിഴച്ച മാർഗമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ആയത്ത് ഓതി കൊടുക്കുക, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. 6-ാം അധ്യായം സൂറത്തു അൻആമിന്റെ 153-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണെന്ത്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം, ഇതാണ് എൻ്റെ നേർക്ക് നേരെയുള്ള മാർഗം. ഫത്തബിഉഹു. ആ മാർഗം വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ആ മാർഗം നിങ്ങൾ പിൻപറ്റണം. അതോടൊപ്പം വലാ തത്തബിഉസ് സുബുൽ. ആ മാർഗത്തിന് വിപരീതമായ ഒരു വഴിയും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഒരു വഴിയിലൂടെയും നിങ്ങൾ പോവാനും പാടില്ല. പോയാലോ ഫതഫറഖ ബികും അൻ സബീലിഹി. അല്ലാഹുവിന്റെ നേർക്ക് നേരെയുള്ള സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ആ ഒരു വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയും, നിങ്ങളെ പഴപ്പിച്ച് കളയും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾ ഉൾക്കൊള്ളാൻ. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ, നിങ്ങൾ വിശ്വാസികളായി ജീവിക്കാൻ വേണ്ടി ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മാർഗത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്ന് അള്ളാഹിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും ഈ സമുദായത്തിന് പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പം നമുക്ക് മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ സമുദായത്തിന്റെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. ഓരോരുത്തരും പല മാർഗങ്ങളും വഴികളും തെളിവുകളുമായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുമ്പിലേക്ക്. അപ്പൊ ഏതാണ് ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കണം എന്നാണ് എല്ലാ മുഅ്മിനീങ്ങളും ആഗ്രഹിക്കുന്നത്. എല്ലാ കക്ഷികളും, ഒരുപാട് കക്ഷികളുണ്ട്, ഞാൻ ആ കക്ഷിത്വത്തിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ശരിയായ അഹ്ലുസുന്നയുടെ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിലൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം എന്ന എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? ദിവസം 17 തവണ നിർബന്ധമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ നിർബന്ധമായി പ്രാർത്ഥിക്കുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ആദ്യം പറയണത് എന്താ? തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് നിസ്കാരത്തിൽ കണ്ട് കിടന്നാല് പ്രാരംഭ പ്രാർത്ഥനയിൽ പറയാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർളി ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു ഫഅന മിനൽ മുസ്ലിമീൻ. എല്ലാവരും പറയാറുണ്ട്. എന്താ നമ്മൾ ഈ പറയുന്നത്? പടച്ചോനെ, റബ്ബിനോട് പറയുകയാണ്, വജ്ജഹ്തു വജ്ഹിയ, ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണ് ആകാശഭൂമികളുടെ ഫാത്തിറായ, അതിൻ്റെ സൃഷ്ടിസ്ഥിതി സംവിധാന സംഹാരം കൈയാളുന്ന ആ റബ്ബിൻ്റെ നേർക്ക് നേരെ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ റബ്ബിനോട് പറയുകയാണ്, എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ സക്കാത്ത്, എൻ്റെ ബലികർമ്മങ്ങളും എല്ലാം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പടച്ചോനെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് റബ്ബുൽ ആലമീനായ നിനക്ക് വേണ്ടിയാണ്, മറ്റൊരാൾക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ശിർക്ക് ചെയ്യുകയില്ല, ഞാൻ നിനക്ക് പങ്കാളികളെ വെക്കുകയില്ല, ഞാൻ ഒരിക്കലും ശിർക്ക് പ്രവർത്തിക്കുകയില്ല. എൻ്റെ എല്ലാം നിനക്കാണല്ലോ. എൻ്റെ ഈ നശ്വരമായ ജീവിതവും അനശ്വരമായ പരലോകവും എൻ്റെ ജീവിതവും മരണവുമെല്ലാം നിന്നിലേക്കാണല്ലോ. എന്നിട്ട് പിന്നെ പറയാ, അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാ, ഞാനൊരു മുസ്ലിമാണ് എന്ന് അള്ളാഹിന്റെ മുമ്പിൽ പറയുകയാണ് എൻ്റെ ബഹുമാന്യപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ. എന്നിട്ടോ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
നമ്മൾ പറയാ, ആത്മാർത്ഥതയോടെ വിശ്വാസി പറയാ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ പടച്ച റബ്ബിനാണ്. അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. അവൻ പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അത് പറഞ്ഞ റബ്ബിന്റെ തക്ബീർ പറഞ്ഞു, സനാ നടത്തി. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ആദർശം പ്രഖ്യാപിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് മാത്രമേ ഇബാദത്ത് എടുക്കുകയുള്ളൂ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ. ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും ഒരാളോടും ഞാൻ സഹായം ചോദിക്കുകയില്ല. അതോടൊപ്പം തന്നെ എൻ്റെ ആരാധനയുടെ അംശം വരുന്ന ഒരു കാര്യവും ഞാൻ നിന്നിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും നടത്തുകയുമില്ല. ഇത് അള്ളാന്റെ മുമ്പിൽ പറഞ്ഞിട്ട് നമ്മൾ അള്ളാനെ പുകഴ്ത്തി സനാഹ് നടത്തി ആദർശം പ്രഖ്യാപിച്ചു. എന്നിട്ട് പടച്ച റബ്ബിനോട് വിനയത്തോടെ നമ്മൾ പറയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ, നിന്റെ ശരിയായ ചൊവ്വായ മാർഗത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ മാർഗത്തിൽ എന്നെ ചേർക്കണം. നിന്റെ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, നേരായ ചൊവ്വായ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിൽ എന്നെ ചേർക്കണം. ഏതാണ് ആ മാർഗം? ഏതാ സിറാത്തുൽ മുസ്തഖീം? ഞാൻ എൻ്റെ വകയായി കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കിയ ഒരു മാർഗം ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്ന മാർഗമല്ല. ഏതെങ്കിലും പണ്ഡിതന്മാര് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് കണ്ടെത്തി രൂപപ്പെടുത്തിയ ഒരു മാർഗവുമല്ല, ആരുണ്ടാക്കിയ മാർഗമല്ല. പിന്നെയോ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുണ്ടല്ലോ, നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ കടന്നുപോയ മാർഗമുണ്ടല്ലോ, ആ മഹാത്മാക്കൾ നടന്നുപോയ മാർഗം. ആര്? വലഹദൈനാകും സിറാത്തും മുസ്തഖീമാ. അവർക്ക് നാം സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നാം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു എന്ന് റബ്ബ് പറഞ്ഞ ആളുകളുണ്ടല്ലോ. ആര്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. എന്ന് റബ്ബ് പറഞ്ഞ പ്രവാചകന്മാരുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിൽ എന്നെ ചേർക്കണേ അല്ലാഹ് എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്. അവരുടെ മാർഗത്തിൽ എന്നെ ചേർക്കുമ്പോൾ തന്നെയും ഒരു കൂട്ടം ആളുകളുടെ മാർഗത്തിൽ എന്നെ ചേർക്കരുത്. ആരാണത്? ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നിന്റെ കോപം ലഭിച്ച ആളുകൾ, നിന്റെ കോപം ലഭിച്ച, ശാപം ലഭിച്ച് വഴികെട്ടുപോയ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗത്തിന്റെ കൂടെ എന്നെ ചേർക്കരുതേ അല്ലാഹ് എന്ന് വിശ്വാസികൾ നിരന്തരമായി പടച്ച റബ്ബിനോട് നമസ്കാരത്തിൽ ഏകാഗ്രതയോടെ, പ്രതിഫലേച്ഛയോടെ റബ്ബിന്റെ മുമ്പിൽ പറയാണ്. എല്ലാവരും പറയുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമോ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ ക്ലാസ് കഴിഞ്ഞ് നോമ്പ് തുറന്ന് എനിക്കെൻ്റെ നാട്ടിലേക്ക് പോകണം, മലപ്പുറത്ത്. ഞാൻ മലപ്പുറത്തേക്ക് പോവാന് ഇവിടെ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറണം, അല്ലെങ്കിൽ ബസ്സിൽ കയറണം. ഞാൻ അതിൻ്റെ എതിർരേഖയിലേക്കുള്ള, എതിർ ദിശയിലേക്കുള്ള വാഹനം കയറി വളരെ ഇഖ്ലാസോടെ പടച്ചോനെ എന്നെ കോഴിക്കോട് എത്തിക്കണേ, കോഴിക്കോട് എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നേരെ പോകുന്നത് അങ്ങ് പൂന, ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. പ്രാർത്ഥനയോടൊപ്പം
നമ്മുടെ പ്രവർത്തനവും കൃത്യമാവണം. പ്രാർത്ഥന വേണം, പ്രാർത്ഥന അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനവും കൃത്യമാവണം. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം കൊണ്ടും പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന കൊണ്ടും ഫലമില്ല. ഞാൻ ഈ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്തിനാ? നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഞാനിങ്ങനെ ഈ എൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് പകരം നേരെ എതിർഭാഗത്തേക്ക് പോയാൽ ഒരാൾ എന്നോട് പറയാ, നിങ്ങളെ വഴി തെറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് കോഴിക്കോട്ടേക്കല്ലേ പോവേണ്ടത്, അതിന് വണ്ടി തിരിച്ചു പോകണം, അതല്ലെങ്കിൽ വേറെ വണ്ടി കയറണം എന്ന്. ഞാൻ എൻ്റെ വണ്ടിയൊന്നും തെറ്റിയിട്ടില്ല, ഞാൻ ഈ വഴിക്ക് തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കോഴിക്കോടെത്തൂല. അങ്ങനെ പോ. അതല്ലെങ്കിൽ എനിക്ക് തോന്നണം, ഒരാൾ പറയുന്നില്ലെങ്കിൽ ഈ വഴി പറയും പോലെ എൻ്റെ നാടുമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ഇത് കാണാത്ത അപരിതമായ പ്രദേശമാണല്ലോ എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ തിരിച്ചു പോരണം, എന്നാലേ നാട്ടിലെത്തൂ. അത് ബോധ്യപ്പെടുന്നുമില്ല, ഒരാൾ പറയുന്നത് കേൾക്കുന്നുമില്ലെങ്കിലോ അങ്ങനെ പോകും. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മൾ ശ്രദ്ധിക്കണം, ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഖുർആൻ പഠിക്കണം, തിരുമേനിയുടെ വചനങ്ങൾ പഠിക്കണം, ഹദീസ് പഠിക്കണം. മതത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കാം എന്നാ നമ്മുടെ സമുദായത്തിന്റെ തീരുമാനം. കുളിക്കുന്ന സോപ്പ് പോലും സ്വന്തം തീരുമാനിച്ചതാണ്. ഏതാ എനിക്ക് പറ്റുക, ധരിച്ച വസ്ത്രം എൻ്റെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് ഏതാ എന്ന് സ്വന്തം തീരുമാനിച്ചതാ, ആരും പറഞ്ഞിട്ടല്ല. നടത്തുന്ന ബിസിനസ് നമുക്ക് പറ്റിയ ബിസിനസ്സാ, ഇനി ഈ ബിസിനസ് നടത്തിക്കോ, ആ ശരി ഇട്ടോ, ഞാൻ നടത്തിക്കോളാം, അങ്ങനെയല്ല. നമുക്ക് തോന്നുകയാണ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവാൻ ഇതാ നല്ലത്. വീട് വെച്ചു, ഒരാൾ പറയാ ഇന്ന വീട് വെച്ചോ, അങ്ങനെയല്ല. നമ്മൾ സ്വന്തം നമുക്ക് ഉപകാരപ്രദമായ സൗകര്യമുള്ള വീട് നമ്മൾ ഉണ്ടാക്കി. വാഹനം ആരും പറഞ്ഞതല്ല, നമുക്ക് അനുയോജ്യമായ, നമുക്ക് യോജിക്കുന്ന, നമുക്ക് നല്ലതായി തോന്നിയത് നമ്മൾ തിരഞ്ഞെടുത്തു. പരലോകത്തിന്റെ കാര്യം അതാരെങ്കിലും പറഞ്ഞോട്ടെ, അത് നമുക്ക് ചെയ്യാം എന്നായാൽ നമ്മൾ തോറ്റുപോകും. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ തോറ്റുപോകരുത്, പരാജയപ്പെടരുത്. ഈ ഒരു അവസ്ഥയാണെന്നുള്ളത്, ഈ ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. സിറാത്തുൽ മുസ്തഖീം ഒരു വഴിയിൽ, ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണുള്ളത് എന്ന് പറയുന്ന സമുദായത്തിന്റെ മുമ്പോട്ടുള്ള ഗമനം മറ്റൊരു വഴിയിൽ. വല്ലാത്ത കഷ്ടമാണ്, വല്ലാത്ത പ്രശ്നമാണ് സഹോദരന്മാരെ. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വിഷയങ്ങൾ പറയുമ്പോൾ ചിലപ്പോ സമുദായത്തിലെ ആളുകൾക്ക് തോന്നുന്നത് ഇതൊക്കെ വെറുതെ ആളുകളെ ഭിന്നിപ്പിക്കാൻ, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, അനൈക്യമുണ്ടാക്കാൻ വേണ്ടി പറയാണ് എന്നൊരു പക്ഷേ പലരും പറയാറുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയാണ്, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചു. ثم قبل علينا بوجهه فوعظنا موعظة بليغة ذرفت منها العيون ووجلت منها القلوب. തിരുമേനി ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഹൃദയം പടച്ചു, ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞൊലിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായതൊരു സ്വഹാബി വിളിച്ചു ചോദിക്കുക, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇലത്തും മുവദ്ദിഇൻ ഫൗസിനാ. തിരുമേനിയുടെ സംസാരം അങ്ങ് കേട്ടപ്പോ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി, ഞങ്ങളുടെ ഹൃദയം പടപടാ മടിച്ചപ്പോ ഒരു സ്വഹാബി ചോദിക്കുകയാണ് റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോ, ഈ ഉപദേശം കേൾക്കുമ്പോ വിട പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യന്റെ സംസാരം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയ്യത്ത് നൽകണേ അല്ലാഹ് റസൂലേ, വസിയ്യത്ത് നൽകണേ റസൂലേ. ഏതേത് കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചാലും ഈ പ്രവാചകന്റെ ശരിയായ മാർഗത്തിൽ നിലകൊള്ളാൻ ഞങ്ങളെ ഉപദേശിക്കണം റസൂലുള്ളാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഉപദേശം കൊടുക്കുകയാണ് സ്വഹാബിമാർക്ക്. എന്താണെന്നോ, ഊസീകും ബിത്തഖ്വല്ലാഹ്, ഊസീകും ബിത്തഖ്വല്ലാഹ്, ഞാനിതാ നിങ്ങൾക്ക് തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. എന്താ തഖ്വ?
നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിരന്തരം കേൾക്കുന്നതാ. ഞാനിതാ നിങ്ങളെ തഖ്വ കൊണ്ട് വസിയത്ത് നൽകുന്നു. എപ്പോഴും നമ്മൾ കേൾക്കും, എന്താ ഈ തഖ്വ? ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഇജ്അലൂ ബൈനകും വബൈന അദാബില്ലാഹി വിഖായതൻ വദാലിക ഇത്വാഅത്തുല്ലാഹ് വഇത്വാഅത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ തഖ്വ. ഒരു വിശ്വാസിയായ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതവും അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ മാർഗവും തമ്മിൽ ഒരു വലിയ മതിലുണ്ടാവണം, ഒരു തടസ്സമുണ്ടാവണം. ആ മതിൽ ഭേദിച്ചുകൊണ്ട് ആ തിന്മയിലേക്ക് വിശ്വാസി പോവൂല. അള്ളാഹനുസരിച്ച് പ്രവാചകനെ അനുസരിച്ചുള്ള ജീവിതം, അതാണ് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ തഖ്വ. അത് തിരുമേനി ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങളുടെ നേതാവായിട്ട് വരുന്നത് അബീസീനിയക്കാരനായ ഒരു അടിമയാണെങ്കിലും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ശേഷം, എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഖ്തിലാഫുകൾ നിങ്ങൾക്ക് ഈ ഉമ്മത്തിൽ കാണാൻ കഴിയും. അത്തരം സന്ദർഭങ്ങളിൽ ഏതേത് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും മുഅ്മിൻ എന്താ ചെയ്യേണ്ടത്? വിശ്വാസി എന്താ ചെയ്യേണ്ടത്? മുസ്ലിം എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ എൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കണം. വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ ഖുലഫാക്കളുടെ, എൻ്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ആ ഒരു സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ നമ്മൾ പറയും, അതെ ഞങ്ങൾ സുന്നത്ത് തന്നെയുള്ളത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ? ചര്യ. ആരുടെ ചര്യ? മതത്തിൽ ഇസ്തുലാഹിയായി മതത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത് എന്താ? പ്രവാചകന്റെ ചര്യക്കാർ. അസ്സുന്നതു മാ സന്നഹു റസൂലുള്ളാഹ്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരണം കൊടുക്കുക, സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യയാണ്. അപ്പൊ ജമാഅത്തോ? ജമാഅത്ത് എന്താ? വൽ ജമാഅത്തു മത്തഫഖ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ സുഹാബികളുടെ ഇത്തിഫാഖുള്ള കാര്യമാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ആ ഒരു മാർഗം നിങ്ങൾ പരിപൂർണമായി മുറുകെ പിടിക്കണം. എന്നിട്ട് അള്ളാന്റെ റസൂല് നിർത്തുന്നില്ല, തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. നിങ്ങളത് മുറുകെ പിടിക്കണം, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അതിൽ നിന്ന് തെന്നിപ്പോവാതെ, പിഴച്ചു പോവാതെ ആ മാർഗത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. വയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വഫീ റിവായ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. പുതുതായി കടന്നു വരുന്ന എല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താ? അതൊക്കെ ബിദ്അത്താണ്. ആ ബിദ്അത്തുകൾ വഴികേടാണ്. ആ വഴികേട് നരകത്തിലേക്കാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് കൃത്യമായി ജാഗ്രതയുണ്ടാവാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, അപ്പോൾ നമ്മൾ ബേജാറാവണ്ട. ഉമ്മത്തിലെന്നും പ്രശ്നമാണ്, അനൈക്യമാണ്, അതുപോലെ ഐക്യമില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് നമ്മൾ ബേജാറാവണ്ട. എന്തേ കാരണം? അള്ളാന്റെ റസൂല് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് തിരുമേനി പറയുകയാണ്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ഹിജ്റ റബ്ബിൻ ലതബിഅതുമൂഹും. ലതത്തബിഉന്ന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ പിന്തുടരാൻ ചാൻസ് ഉണ്ട്, സാധ്യത ഉണ്ട് എന്നല്ല, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ആര്? സനനമൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ആളുകളുടെ മാർഗം നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. അപ്പൊ സഹാബികൾ വിചാരിച്ചത് എന്താ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒക്കെ പഠിപ്പിച്ച യഥാർത്ഥമായ മാർഗം ആണോ? അല്ല.
തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. അവര് ഒരു ഉടുമ്പിന്റെ ഇടുങ്ങിയ മാളത്തിലേക്ക് കയറിപ്പോകുന്നാണെങ്കിൽ അവരുടെ പിന്നാലെ നിങ്ങളും പോവും എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ വന്നസ്വാർ, ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ ഞങ്ങൾ പിൻപറ്റും എന്നാണോ തിരുമേനി നിങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഫമൻ, പിന്നെ ആരെയാ നിങ്ങൾ പിൻപറ്റുക? പിന്നെ ആരെയാ നിങ്ങൾ പിൻപറ്റുക? സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിഷയം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതെന്ത്, കുറെ ആളുകൾക്ക് ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ ആചാരമാണ്, വിശ്വാസമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്തേ കാരണമെന്നോ, ഈ ഉമ്മത്ത് ജൂത ക്രിസ്ത്യാനികളുടെ ആദർശം പിൻപറ്റുമെന്ന് പറഞ്ഞത് ആരാണെന്നോ, അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ തിരുമേനി ഒരു മതകാര്യവും പറയില്ല എന്ന് റബ്ബ് സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രവാചകൻ പറയാ. എങ്ങനെ? ഒരു ചെറിയ അനുകരണമല്ല, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഈ ഉമ്മത്ത് പിൻപറ്റുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. ആദർശത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, യഥാർത്ഥമായ കൃത്യമായ തൗഹീദിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്ത് പിൻപറ്റിയില്ലേ, ഈ ഉമ്മത്ത് ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പുറകോട്ട് പോയി. എന്താ സിറാത്തുൽ മുസ്തഖീം? ഇന്നല്ലാഹ റബ്ബി വ റബ്ബക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി പറയാ, ഇന്നല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബ് ഏകനായ പടച്ച റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ആരാധിക്കണം, അതാണ് നേരായ മാർഗം. ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചാൽ അവരെ അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തും. അതിനെന്ത് വേണം? എന്നെ നിങ്ങൾ ആരാധിക്കണം, എനിക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണം. അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ നമ്മളോട് പറയാം. അപ്പൊ ഇത് എന്തിനാ നമ്മൾ പറയണത്? എന്തിനാ നമ്മൾ ഇത് പഠിക്കുന്നത്? എന്തിനാ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്? ഉമ്മത്തിന്റെ അവസ്ഥ പറയുമ്പോ വിഷമം ഉണ്ടാവരുത്. റമളാനല്ലേ, നോമ്പല്ലേ, പുണ്യകാലമല്ലേ, പിന്നെ എന്തിനാ ഇത്? പുണ്യകാലത്ത് ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ ബാത്തിലായി പോവാതിരിക്കണമെങ്കിൽ ശിർക്ക് വന്നു പോയാൽ അള്ളാഹുവിലുള്ള ആ ഒരു വിശ്വാസത്തിൽ മറ്റൊരു പാർട്ട്ണറെ കൊണ്ടുവന്നാൽ അത് ശിർക്കായി, അവന്റെ അഖില പ്രവർത്തനങ്ങളും റബ്ബ് നശിപ്പിച്ചു കളയും. ഫഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവരുടെ അമലുകളിലേക്ക് നമ്മളങ്ങ് വന്നിട്ട് അതിനെ പൊടിയാക്കി, ധൂളിയാക്കി, പൊടിപടലമാക്കി പറത്തിക്കളയും എന്നാ പടച്ച റബ്ബ് പറഞ്ഞത്. അങ്ങനെ ആവാൻ പറ്റുമോ? നമ്മൾ ഈ കഷ്ടപ്പെടുന്ന, നമ്മൾ വിശപ്പ് സഹിക്കുന്ന, ദാഹം സഹിക്കുന്ന, പ്രയാസം സഹിക്കുന്ന, ക്ഷീണം സഹിക്കുന്ന നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ പറ്റുമോ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം നമുക്ക് നഷ്ടപ്പെടാൻ പറ്റുമോ? നമ്മൾ കൊടുക്കുന്ന സകാത്തും സ്വതക്കയും നമുക്ക് നഷ്ടപ്പെടാൻ പറ്റുമോ? പറ്റില്ല. നഷ്ടപ്പെട്ടു പോവാതിരിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സിറാത്തുൽ മുസ്തഖീമിലായിരിക്കണം നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലായിരിക്കണം. സിറാത്തുൽ മുസ്തഖീമിൽ തെന്നിപ്പോയാലോ? അതിന് ഈ ഉമ്മത്ത് എവിടെയാ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെന്നിപ്പോയത്? നമ്മൾക്ക് ചോദിക്കാനുണ്ടാവും. നേരായ മാർഗത്തിൽ നിന്ന് എവിടെയാണ് ഉമ്മത്ത് തെറ്റിപ്പോയത്? നേരായ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് എപ്പോഴാണ് ഈ ഉമ്മത്ത് പഴച്ചു പോയത്? നമുക്ക് ചോദിക്കാനുണ്ടാകും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മക്കായിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഏറ്റവും നല്ല മനുഷ്യനാണ്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അവർ മുന്നിൽ നിർത്തുന്ന ഉന്നതനായ മനുഷ്യനാണ്. ആ റസൂൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു, സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവർ പ്രവാചകനോട് പിണങ്ങിയത്. തിരുമേനി വന്നിട്ട് ഒരു അള്ളയുണ്ട്, ഒരു പടച്ചോനുണ്ട് എന്നല്ല. അള്ള ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്? ആരാ? അവര് പറഞ്ഞു സയഖൂലൂന ലില്ലാഹ്, അള്ളയാണ്.
ഈ ഭൂമിയും ഈ ആകാശവും ഇതിലുള്ള എല്ലാ വസ്തുക്കളും ആരുടേതാണ് ജനങ്ങളെ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ഫസയഖൂലൂനല്ല, പടച്ചോന്റെ തന്നെയാണ്. പിന്നെ എവിടെയാ തെറ്റിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സിറാത്തുൽ മുസ്തഖീമിലെ ഏറ്റവും പരമപ്രധാനമായ ആദർശം പറഞ്ഞപ്പോ അവര് പറഞ്ഞു അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ പടച്ചോന്മാരെയും ഒഴിവാക്കി ഒറ്റ പടച്ചോനോ, അത് കുറച്ച് അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. അവിടെയാ തെന്നിപ്പോയത്, അവിടെയാ പഴച്ചുപോയത്. പക്ഷേ സഹോദരന്മാരെ, മക്കായിലെ മുശ്രിക്കീങ്ങള് അവര് ഏറ്റവും വലിയ പ്രയാസമുണ്ടാകുമ്പോ, പ്രതിസന്ധി ഉണ്ടാകുമ്പോ, മുമ്പിൽ ഒരു മാർഗവും കാണാതെ പ്രയാസപ്പെടുമ്പോ അവര് പടച്ചോനെ വിളിക്കുമായിരുന്നു. ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് വിശദീകരിച്ചു തന്നു. വഇദാ വശിയഹും മൗജും കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവര് കടലിലൂടെ സഞ്ചരിക്കുമ്പോ ഭീമാകാരമായ തിരമാലകൾ വന്നിട്ട് അവരെ മൂടുമെന്ന അവസ്ഥ വരുമ്പോ അവര് റബ്ബിനെ വിളിക്കുകയാണ്. അവരെന്താ ചെയ്യുന്നത്? അവര് റബ്ബിനെ വിളിക്കുന്നു. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി അവര് പടച്ചോനെ വിളിക്കുന്നു. ആര്? മക്കായിലെ മുശ്രിക്കീങ്ങള്. കടലിൽപ്പെട്ടാൽ, കടലിലകപ്പെട്ടാൽ, വഴിയറിയാതെ തിരമാലകൾക്കിടയിൽപ്പെട്ട് മുമ്പിലേക്കൊരു മാർഗമില്ലാതെ കഷ്ടപ്പെടുമ്പോ മക്കായിലെ മുശ്രിക്കീങ്ങള് ആരെ വിളിച്ചു? പടച്ച റബ്ബിനെ വിളിച്ചു. ഖുർആനാ നമ്മളോട് പറയുന്നത്. പക്ഷേ ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ്, ഞങ്ങൾ നേരായ വഴിയിൽ തന്നെയാണ് എന്ന് പറയുന്ന പാവപ്പെട്ട സമുദായത്തിന്റെ വിശ്വാസം എന്താണെന്നറിയുമോ? കടലിൽ പെട്ട എന്താ ചെയ്യേണ്ടത്? യമൻ ബിഹി യമൻ ദഅഹു സഫീന ناجوا من غرقا آمينا بحرا عميقا مبينا سيدي يا نيل المرامي. ഞങ്ങൾ കടലിൽ പെട്ടപ്പോ ഭീമാകാരമായ തിരമാല വന്ന് കപ്പലിനെ മൂടിയപ്പോ ആ ആഴമുള്ള കടലിൽ ഞങ്ങൾ അകപ്പെട്ടപ്പോ അങ്ങയെ വിളിച്ചപ്പോൾ കടലിൽ രക്ഷിക്കാൻ പാഞ്ഞെത്തിയ മമ്പുറം തങ്ങളെ. സഹോദരന്മാരെ, ഇതാണ് പറയുന്നത് മുഈനുദ്ദീൻ ചിശ്തിയോട്. മുഈനി കുൻ മുഈനൻ ലി വഹൗനൻ യാ അബൽ ഫളലി ദവാമൻ ഗൈറ മുൻഫസിലി വലിയൽ ഹിന്ദ് അജ്മീരി എന്ന് പറഞ്ഞിട്ട് മുഈനുദ്ദീൻ ചിശ്തിയോടും ചോദിക്കുന്നത് ഇതേ രീതിയാണ്. പറഞ്ഞുകൂടാ നമ്മൾ? പടച്ച റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുവിനോട് ചോദിക്കുക. സഹോദരന്മാരെ, ബദർ നടന്നത് എന്തിനാ? തൗഹീദിന് വേണ്ടിയാ. അള്ളാഹുടെ പ്രവാചകനും സുഹാബികളും തൗഹീദ് പറഞ്ഞു. പ്രവാചകനെ സുഹാബത്തിനെ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചു മദീനയിലേക്ക്. അവിടെയും പോയിട്ട് പ്രയാസമുണ്ടാക്കുന്നു. അപ്പോഴാ ബദർ നടക്കുന്നത്. ബദറിലേക്ക് വന്ന് പ്രവാചകനും സുഹാബികളും ബദറിന്റെ രണാങ്കണത്തിൽ നേർക്കുനേരെ, ശത്രുക്കളുടെ നേർക്കുനേരെ നിൽക്കുമ്പോ അള്ളാഹുടെ റസൂല് പ്രാർത്ഥിക്കുന്നത് ആരോടാ? അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലാ തഅബുദ് ബഅദഹാ. പടച്ചോനെ, നീ എങ്ങാനും ഈ ചെറുസംഘത്തെ ഇവിടെ വെച്ച് നശിപ്പിച്ചാൽ നിന്റെ തൗഹീദ് ആരറിയും? നിന്റെ നേരായ മാർഗത്തിൽ ആര് വരും? അതുകൊണ്ട് അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ സഹായം, ആ ഒരു വിജയം നൽകണേ അല്ലാ എന്ന് പടച്ചോനോട് പ്രാർത്ഥിക്കുക. അബൂജഹലോ അല്ലാഹുമ്മ അക്രിമൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ, പടച്ചോനോട് തന്നെ പറയാ, പടച്ചോനെ ഇവരിൽ നല്ല വിഭാഗത്തെ വിജയിപ്പിക്കണം, നല്ല മാർഗത്തിലുള്ളവരെ വിജയിപ്പിക്കണം, മാന്യന്മാരെ വിജയിപ്പിക്കണം എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായന ഹക്കോട് ബാത്തില് രണ്ടിനെ ഇടയിൽ ഫീരിത്ത് ഖലാസിയത്താക്കിയിട് നീ പരനെ. പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നിദാഹിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിട അതുത്തിരം ചെയ്തിടു നീ. അബൂജഹൽ പടച്ചോനോടാ പറഞ്ഞത്. മൊയ്ൻകുട്ടി വൈദ്യര് ബദർ കിസ്സപ്പാട്ടിൽ നമുക്ക് പറഞ്ഞു തരിക. അള്ളാഹിനോട് തന്നെ പറഞ്ഞു. പിന്നെ എവിടെയെ പിഴച്ചത്? അള്ളാഹിനോട് പറഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് ലാത്തയോട്, ഉസ്സയോട്, മനാത്തയോട്, ഹുബുലുല്ലാലയോട് അവരോടും ചോദിച്ചു. അത് സിറാത്തുൽ മുസ്തഖീമിന്റെ അപ്പുറത്തുള്ള മാർഗമായതുകൊണ്ട്, തെറ്റായ വഴിയായതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബദറുണ്ടായത് ആ ഒരു കാര്യത്തിന്. അതേ പ്രവർത്തനം തന്നെ ആ ബദറിൽ പരാജയപ്പെട്ട ശത്രുക്കളെ പരാജയപ്പെടുത്തിയ സ്വഹാബികളോട് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ വിശ്വാസം സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെന്നിപ്പോകും. അങ്ങനെ ആവരുത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ എവിടെയാ ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി നടത്തുന്ന ഒരു വല്ലാത്ത പ്രഖ്യാപനമുണ്ട്. വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറത്തു ഹശർ 18-ാമത്തെ ആയത്ത് എന്താണെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു പറയാ, അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് പ്രത്യേകമായി വിളിച്ചിട്ട് പറയാ, സ്നേഹത്തോടെ പറയാ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് പരമപ്രധാനമായ പ്രഖ്യാപനം നടത്തുകയാണ്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ മനുഷ്യനും പരിശോധിക്കട്ടെ, ഓരോ ആത്മാവും നോക്കട്ടെ, നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് സമ്പാദിച്ചു വച്ചിരിക്കുന്നതെന്ന് ഓരോ മനുഷ്യനും പരിശോധിക്കട്ടെ. നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മൾ കൃത്യമായി കണക്ക് നോക്കിയിട്ടുണ്ടോ? എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നാളെ ഞാൻ പോയി നിൽക്കുമ്പോ, മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമ്പോ, വിചാരണക്ക് കളമൊരുങ്ങുമ്പോ, എൻ്റെ പ്രവർത്തനങ്ങളുടെ രേഖ കിതാബ് എൻ്റെ കയ്യിൽ തരുമ്പോ അതിലേക്കായി ഞാൻ എന്താ ഒരുക്കി വച്ചിട്ടുള്ളതോ, ഞാൻ എന്താണ് സമ്പാദിച്ചിട്ടുള്ളതെന്ന് ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമും മുഅ്മിനും നോക്കട്ടെ എന്ന് റബ്ബ് പറയുമ്പോ നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടോ? എൻ്റെ മാർഗം ഇത് പഴച്ചു പോയിട്ടുണ്ടോ? ഞാൻ ഈ കൃത്യമായ മാർഗത്തിൽ തന്നെയാണോ ഉള്ളത്? ഞാൻ അമലുകൾ സമ്പാദിച്ചിട്ടുണ്ടോ? പുണ്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? എന്തേ കാരണമെന്നോ? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ്, കാണുന്നവനാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യമുണ്ടല്ലോ, ഈ മഹത്തരമായ തൗഹീദിന്റെ ആദർശം, അത് നമ്മൾ ഉൾക്കൊണ്ടു സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ജീവിക്കുന്നു. ഇത് ലഭിക്കാതെ പോയ ആളുകൾക്കിടയിലേക്ക് ഇത് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ സഹോദരന്റെയും, ഇത് കേൾക്കുന്ന ഓരോ സഹോദരിമാരുടെയും ഉത്തരവാദിത്വമാണ്. എന്ത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സിറാത്തുൽ മുസ്തഖീം, ഈ ചൊവ്വായ മാർഗം, ഈ നേരായ മാർഗം ഞാനത് അംഗീകരിച്ച് ജീവിക്കുന്നതോടൊപ്പം ഇത് ലഭിക്കാത്ത ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ എന്താണ് പുണ്യമെന്നോ സഹോദരന്മാരെ? അതിൻ്റെ പുണ്യം അറിയുമോ? നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച നേരായ മാർഗം, പ്രവാചകനും സ്വഹാബികളും നിലകൊണ്ട നേരായ മാർഗം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വരുന്നു, തൗഹീദ് മനസ്സിലാക്കുന്നു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം കുത്തിയിരിക്കുകയല്ല, അദ്ദേഹം കഅബാലയത്തിന്റെ നേരെ പോയി. കഅബാലയത്തിന്റെ മുമ്പിൽ, ആ കഅബാലയത്തിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മക്കായിലെ കുഫാറുകളുടെ, മുശ്രിക്കീങ്ങളുടെ ഇടയിലേക്ക് കടന്നു എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഈ നേരായ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു. അവരെന്ത് ചെയ്തു? അബൂദറുൽ ഗിഫാരിയെ ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തെ അടിച്ച് അവശനാക്കി. അദ്ദേഹത്തെ അവിടെ ബോധം കിട്ട് വീഴുകയാണ് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. കുറെ കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. പിന്നെയും തൗഹീദ് പറഞ്ഞു. മർദ്ദനം
വീണ്ടും തുടർന്നു. അദ്ദേഹം പ്രവാചകന്റെ സദസ്സിലേക്ക് വരികയാണ്. വേച്ച് പ്രവാചകന്റെ മുമ്പിലേക്ക് അബൂദറുൽ ഗിഫാരി കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂൽ പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയി ഈ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചോ. അബൂദറുൽ ഗിഫാരി നാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹം എന്തിനാ നാട്ടിലേക്ക് പോയത്? എണ്ണയും കുഴമ്പും എടുത്ത് ശരീരം ഒഴിഞ്ഞ് ശരിയാക്കാനാണോ? അല്ല. അദ്ദേഹം ഓരോ വീട്ടിലും ഓരോ സഹോദരനോടും തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്, ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് തിരുമേനി മക്കായിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു, ഹിജറ പോകുന്നു. ഒരു ദിവസം വഴിയിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ പറക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബികൾ പേടിയോടെ പറഞ്ഞു റസൂലുള്ളാഹിനോട്, ഏതോ ശത്രുക്കൾ വരികയാണ്, ഏതോ ശത്രുക്കൾ നമുക്ക് നേരെ വരികയാണ്. തിരുമേനി ആത്മഗതമെന്നോണം പറഞ്ഞു, അത് ഗഫാർ ഗോത്രത്തിന്റെ വഴിയാണ്, അതെന്റെ അബൂദർ ആയിരിക്കണേ. കുറച്ചു കഴിഞ്ഞപ്പോ നൂറുകണക്കിന് ആളുകളെ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ, ഇത് എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ കുടുംബക്കാരാണ്, അവര് സിറാത്തുൽ മുസ്തഖീമിൽ നേരായ തൗഹീദിന്റെ മാർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിയെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണ് നീരൊലിപ്പിച്ചുകൊണ്ട് തിരുമേനി പറയുകയാണ്, ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അബൂദറിനെ പോലെ സത്യം തുറന്നു പറഞ്ഞ ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയ കാര്യമാണ് സഹോദരന്മാരെ, ഇത് ചില്ലറ വിഷയമല്ല. ഖൈബറിന്റെ കോട്ടയുടെ നേരെ പടപ്പുറപ്പാട് നടത്തുന്ന അലി ഇബ്നു അബീ ത്വാലിബിനോട് തിരുമേനി പറയുന്നുണ്ട്, അലിയാരെ, ഖൈബറിന്റെ കോട്ടയുടെ നേരെ പോയിട്ട് ഖൈബറിലെ ജൂതന്മാരോട് നിങ്ങൾ തൗഹീദ് പറഞ്ഞോളണം. അവരിൽപ്പെട്ട ഒരാളെങ്കിലും ഈ നേർമാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അലിയാരെ, ഈ ഭൂമിയും ആകാശവും ഉൾക്കൊള്ളാൻ കഴിയാത്ത പുണ്യം താങ്കൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. ഈ പ്രബോധനത്തിന്റെ, ഈ നേർമാർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന്റെ മഹത്വം അറിയുമോ നിങ്ങൾക്ക്? അതിന്റെ വൈപുല്യം അറിയുമോ സഹോദരന്മാരെ? മഹാനായ പ്രവാചകൻ മക്കായിൽ ദഅവത്ത് നടത്തുന്നു. പ്രവാചകന്റെ കൂടെ തൗഹീദ് പഠിക്കാൻ ആളുകൾ വരുന്നു. മദീനയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നു. അവർക്ക് ഖുർആൻ പഠിക്കണം, അവർക്ക് ദീന് പഠിക്കണം. ആരുണ്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ? പ്രവാചകൻ മിസ്അബ് ഇബ്നു ഉമൈറിനെ പറഞ്ഞയക്കുന്നു മദീനയിലേക്ക്. മിസ്അബ് ദഅവത്ത് നടത്തുന്നു, ഈ മാർഗ്ഗ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. മക്ക മദീനയിലുള്ള ആളുകൾക്ക് മുമ്പിൽ, ഗോത്രങ്ങൾക്ക് മുമ്പിൽ പോയി മിസ്അബ് ഇബ്നു ഉമൈർ തൗഹീദ് പറയുന്നു, ആഖിറത്ത് പറയുന്നു, റിസാലത്ത് പറയുന്നു. ആളുകൾ ഉപദ്രവിക്കാൻ വരുന്നു. കത്തിയൂരി വന്ന സഹോദരനോട് മിസ്അബ് പറഞ്ഞു, കുറച്ചു സമയം എൻ്റെ ഈ സംസാരം നിങ്ങളൊന്ന് കേൾക്കണം. അയാൾ അടങ്ങി. അയാൾക്ക് മുമ്പിൽ തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോ, ആഖിറത്തിന്റെ ശിക്ഷ പറഞ്ഞു കൊടുത്തപ്പോ, റിസാലത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തപ്പോ അയാൾ കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞ് മിസ്അബിനെ കെട്ടിപ്പുണർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് തിരുമേനി മക്കായിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വരുമ്പോ ത്വാലഅൽ ബദ്റു അലൈനാ മിൻ ദനിയാത്തിൽ വദാഇ എന്ന് പറഞ്ഞ് പ്രവാചകനെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മദീനയുടെ മണ്ണിനെ പരിവർത്തിപ്പിച്ചത് മിസ്അബ് ഇബ്നു ഉമൈറിന്റെ പ്രവർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഞാനുള്ളത്? എവിടെയാണ് നിങ്ങളുള്ളത്? എവിടെയാണ് നമ്മളുള്ളത്? ആ മിസ്അബ് ഇബ്നു ഉമൈറിന് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത, ഈ പ്രപഞ്ചാണ്ഡത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പുണ്യവുമായി നാളെ മഹ്ശറയിൽ വരുമ്പോ, മിസ്അബ് മഹ്ശറയിലേക്ക് വരുന്നതിന് മുമ്പ് ഉഹദിന്റെ പടക്കളത്തിൽ മിസ്അബ് വന്നു നിന്നു. ധീരമായി പടപൊരുതി ഷഹീദായി വീണു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുകയാണ്, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ. ധനികനായ, കോടീശ്വരനായ, കുബേരനായ പിതാവിന്റെ കുബേരനായ മകൻ ഇസ്ലാമിലേക്ക് വന്നു. ദഅവത്തിന്റെ മാർഗത്തിൽ സകലവും പരിത്യജിച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ മരിച്ചു വീണപ്പോ മിസ്അബിനെ കഫൻ ചെയ്യാൻ വേണ്ടി തലമറയ്ക്കുമ്പോ കാലുവെളിയിൽ, കാലുമറക്കുമ്പോ തലവെളിയിൽ, അവസാനം തലമറച്ച് കാലിന്റെ ഭാഗം ഇത് പുല്ലുകൊണ്ട് കെട്ടി 6 അടി മണ്ണിലേക്ക് മിസ്അബിനെ ഞങ്ങൾ ഖബറടക്കി.
എനിക്ക് പടച്ച റബ്ബേ മുസ്അബ് ഈ ദുനിയാവിൽ ചെയ്ത അമലുകളുടെ ഒരു അംശത്തിന്റെ അംശം പോലും അനുഭവിക്കാതെ പരലോകത്തേക്ക് യാത്ര പോയി ഞാൻ ചെയ്ത പുണ്യങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മുഴുവനും ഇവിടെ വച്ച് തന്ന് തീർക്കുന്നാണോ എന്ന് പറഞ്ഞ് മുസ്അബ് ഇബ്നു ഉമൈറിന്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പൊട്ടിക്കരയുകയാണ്. അവർ ലഭിച്ചിരിക്കുന്ന, അവർ നേടിയെടുത്തിരിക്കുന്ന പുണ്യം എത്രയാണെന്നറിയുമോ നിങ്ങൾക്ക്? അതിനൊരു സുഹൃതമുണ്ടാവണം, അതിനൊരു അവസരമുണ്ടാവണം, അതിനൊരു അനുഗ്രഹം ലഭിക്കണം. സഹോദരന്മാരെ, അവർ ദഅവത്ത് നടത്തി, അവർ ഈ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു. എങ്ങനെയാ ക്ഷണിച്ചത്? ഈ രീതിയിൽ പ്രയാസപ്പെട്ട് മർദ്ദനം സഹിച്ച് നമ്മൾ അങ്ങനെയാണോ? നമുക്ക് സ്നേഹത്തോടെ ഇത് പറയാനുള്ള അവസരമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്, സാമ്പത്തികമായ എല്ലാ ഭദ്രതയും നമുക്കുണ്ട്. സ്വഹാബികൾ എങ്ങനെയാ ഇതിലേക്ക് ക്ഷണിച്ചത്? എങ്ങനെയാ അവരിത് പകർന്നു കൊടുത്തത്? എങ്ങനെയാ അവരിത് പഠിപ്പിച്ചത്? തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൽ ഇങ്ങനെ കടന്നുറങ്ങാൻ വേണ്ടി ഉറക്കിലേക്ക് പോകുന്ന സമയത്ത് ഹാ എന്ന് പറഞ്ഞ പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നു. തിരുമേനി ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് മഹാനായ സ്വഹാബി ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. തന്റെ വസ്ത്രം അഴിച്ച് ഖബ്ബാബ് തിരുമേനിക്ക് കാണിച്ചു കൊടുക്കുന്നു. നെഞ്ചിന്റെ ഭാഗത്ത്, ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ, വയറിന്റെ ഭാഗത്ത് ഭയങ്കരമായ ദ്വാരം വീണിരിക്കുന്ന മുറിവ് കാണിച്ച്, ചലമൊലിക്കുന്ന, ചോരയൊലിക്കുന്ന മുറിവ് കാണിച്ചിട്ട് തിരുമേനിയോട് പറയുകയാണ് ഖബ്ബാബ്, റസൂലേ കണ്ടോ, നിങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ ഈ ദീനിലേക്ക് ക്ഷണിച്ചതിന്റെ കാര്യത്തിൽ, ഈ ദീന് അംഗീകരിച്ചതിന്റെ കാരണം കൊണ്ട് മർദ്ദനം സഹിക്കാൻ കഴിയുന്നില്ല റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്താണെന്നറിയുമോ? തിരുമേനി ആയത്തോതി കൊടുക്കുന്നു. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യുതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂല റസൂല വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. ഖബ്ബാബ്, അറിയണം, നിങ്ങൾ പഠിക്കണം ഖബ്ബാബ്. നിങ്ങൾ എന്തേ വിചാരിച്ചത് നേരെ ചൊവ്വേ ഒരു പ്രയാസം സഹിക്കാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോവാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുകയാണോ ഖബ്ബാബ്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും സ്വഹാബികളും അനുഭവിച്ച അനുഭവങ്ങളും പീഡനങ്ങളും ഒന്നും ഏറ്റുവാങ്ങാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഉലുൽ അസ്മീങ്ങളായ പ്രവാചകന്മാർ പോലും പറഞ്ഞുപോയി മതാ നസ്റുല്ലാഹ്, എപ്പോഴാ പടച്ച റബ്ബിന്റെ സഹായം വരിക? അവര് വിറപ്പിച്ചു ഖബ്ബാബ്. അതുകൊണ്ട് നിങ്ങൾ വ്യാമോഹിക്കരുത്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ നിർത്തിയിട്ട് ഈർച്ചവാള് കൊണ്ട് ഈർന്ന് മുറിച്ച് പരസ്പരം വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഖബ്ബാബ്. അവരെ നിർത്തി എണ്ണയിൽ പൊരിച്ച് കരിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട് ഖബ്ബാബ്. അവരെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വലിച്ച് മാംസം പറിച്ചെടുത്ത് അസ്ഥി പഞ്ചരമാക്കി വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഖബ്ബാബ്. ഇതൊന്നും അനുഭവിക്കാതെ, ആസ്വദിക്കാതെ, ഇസ്തിരി ചൊളിയാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കയറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചോദിക്കുകയാണ്. ഖബ്ബാബ് വസ്ത്രം മടച്ച് തിരുമേനിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് അവർ ദഅവത്ത് നടത്തിയത്. തിരുമേനി ഒരു ദിവസം മദീനയിലൂടെ, മക്കായിലൂടെ തിരുമേനി നടന്നു പോവുകയാണ്. ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ ഭാഗത്തേക്ക് നോക്കുമ്പോ കാണുന്നത് എന്താണെന്നോ സഹോദരന്മാരെ? മഹാനായ അമ്മാറിനെ, യാസറിനെ, സുമയ്യ റളിയല്ലാഹു അൻഹയെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. മക്കായിലെ മുശ്രിക്കീങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുന്നു. എത്രത്തോളമെന്നാൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ മലർത്തി കടത്തി ഇരുമ്പിന്റെ വലിയ വടി, ആ ഒരു കുന്തം പഴുപ്പിച്ച് ചൂടാക്കി പഴുപ്പിച്ച് അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി കൊന്നുകളയുകയാണ്. എന്റെ സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മമാരെ ആരെങ്കിലും ഒരു വാക്ക് ആക്ഷേപിച്ച് പറഞ്ഞാൽ സഹിച്ചിരിക്കാൻ എത്ര സഹോദരന്മാർക്ക്, മക്കൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല. ആ മഹാനായ സ്വഹാബിയുടെ മുമ്പിലിട്ട് മാതാവിനെ കുത്തി കൊലപ്പെടുത്തുന്നു. തീരുന്നില്ല. പിതാവിനെ മരത്തിൽ ബന്ധിച്ച് കയറുകൊണ്ട് കെട്ടി ചാട്ട
ചാട്ടവാറ് കൊണ്ടടിച്ച് ചരിത്രം പറയുകയാണ്. ചാട്ടവാറ് വലിച്ചെടുക്കുമ്പോ ആ ചാട്ടവാറിൽ മഹാനായ സ്വഹാബിയുടെ ശരീരത്തിലെ മാംസം പിഞ്ഞി പറഞ്ഞു തെറിച്ചു പോയപ്പോ ആ മകൻ തിരുമേനിയുടെ മുമ്പിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മത്താ നസ്റുല്ലാഹ് യാ റസൂലല്ലാഹ്, എപ്പോഴാ പടച്ച റബ്ബിന്റെ സഹായം വരിക? എന്റെ മാതാവിനെ കൊന്നിരിക്കുന്നു, എന്റെ പിതാവിനെ കൊല്ലുകയാണ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരുന്നത്? തിരുമേനിയുടെ മറുപടി, സബ്റൻ 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 ലക യാ അല യാസിർ, യാസിറിന്റെ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സഹിക്കണം, നിങ്ങൾ പൊറുക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇല്ല, ഒന്നും കിട്ടാനുണ്ട് പരലോകത്ത്, ഒരു സ്വർഗ്ഗലോകം, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കിട്ടാനുള്ളത് നിങ്ങളുടെ സങ്കേതം സ്വർഗമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ അത് കേട്ടുകൊണ്ട് മർദ്ദനത്തിലേക്ക് നടന്നു പോകുന്ന, മർദ്ദനത്തിന്റെ പീഡനത്തിന്റെ ആ ഒരു മാർഗത്തിലേക്ക് തന്നെ നടന്നു പോവാൻ വിധിക്കപ്പെട്ട സ്വഹാബികള് നാളെ പരലോകത്ത് വരും. സഹോദരന്മാരെ, ഞാനും നിങ്ങളും നാളെ പരലോകത്ത് വരും. അവര് കണക്കാക്കാൻ കഴിയാത്ത, ഈ പ്രപഞ്ചാണ്ടത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പുണ്യവുമായി പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത്? എന്താ നമ്മുടെ കയ്യിലുള്ളത്? എന്തേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, ആരുടെയും കഴിവ് കൊണ്ടല്ല, ഒരു പ്രഭാഷകന്റെയും പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടല്ല, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിത് ലഭിച്ചിട്ട്, നമുക്കിത് കിട്ടിയിട്ട്, ഇത് പകർന്നു കൊടുക്കാതെ ഈ സുന്ദരമായ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഇത് നമ്മുടെ സ്നേഹ സഹോദരന്മാർക്ക് നമ്മൾ പകർന്നു കൊടുക്കാതിരുന്നാൽ ആരുണ്ട് പ്രിയപ്പെട്ടവരെ ഇനി പകർന്നു കൊടുക്കാൻ? ഇനി പ്രവാചകന്മാര് വരുമോ? റസൂലുള്ളാഹിയുടെ വഫാത്തോടു കൂടി പ്രവാചകത്വ ശൃംഖലയിലെ കണ്ണി അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു പ്രവാചകൻ വരികയില്ല. തിരുമേനി മതം പൂർത്തിയാക്കി, ദീന് പൂർത്തിയാക്കി, അള്ളാഹുവിന്റെ ആയത്തോതി കൊടുത്ത് മതം പൂർത്തിയാക്കിയിട്ട് തിരുമേനി പ്രഖ്യാപിക്കുകയാണ്, എന്റെ സ്വഹാബികളെ, ഞാൻ പോകുകയാണ്, ഞാൻ വിട ചോദിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഹാജരുള്ളവർ ഹാജരില്ലാത്തവരിലേക്ക് ഇത് പകർന്നു കൊടുക്കണം, ഇതെത്തിച്ചു കൊടുത്തോളണം. ഒരു ആയത്താണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, പകർന്നു കൊടുത്തോളണം നിങ്ങൾ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന, എൻ്റെ സംസാരം കേൾക്കുന്ന ഓരോ സഹോദരനും ഓരോ സഹോദരിയും ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ്, അത് ചെയ്യേണ്ടവരാണ്. ഈ മതം പറഞ്ഞു കൊടുക്കാൻ, ഈ ദീനിന്റെ ശരിയായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഇനി പ്രവാചകന്മാര് കടന്നു വരികയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു, ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക്? റബ്ബിന്റെ കൽപ്പന വന്നു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈഹി മിർ റബ്ബിക ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു. റബ്ബ് പറയാ, പ്രവാചകരെ, അല്ലയോ റസൂലേ, നിങ്ങൾക്ക് അവതരിച്ച് കിട്ടിയിരിക്കുന്ന ആദർശം നിങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തോളണം, ജനങ്ങളിലേക്ക് ദഅവത്ത് നടത്തിക്കോളണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഇറങ്ങി ദഅവത്ത് നടത്തി. ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാത്തവനായി പോകും താങ്കൾ എന്ന് റബ്ബിന്റെ പ്രഖ്യാപനം വന്നപ്പോ, ബദറിന്റെ, ഉഹദിന്റെ, ഹുനൈനിന്റെ, ഖന്തക്കിന്റെ, മുഅ്തയുടെ, ഫത്ഹ് മക്കയുടെ ഉജ്ജ്വലമായ അവധാനങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചതാണ്, പറയുന്നതാണ്, കേട്ടവരാണ്, പഠിച്ചവരാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, മർദ്ദനത്തിന്റെ പരിച്ഛേദങ്ങൾക്കിടയിലൂടെ, ആ തീ കഷ്ണങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ട് പ്രവാചകനും സ്വഹാബികളും ഇത് നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, എത്രയാ
എന്തായിരുന്നു പ്രവാചകന്റെ താല്പര്യമെന്നറിയുമോ നിങ്ങൾക്ക്? ഒരു ദിവസം നിങ്ങൾ കേട്ടതാണ്, നമ്മൾ കേട്ടതാണ്, ഒരുപാട് കേട്ടതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. ഇബ്നു ഔഫ് പറഞ്ഞു, ഞാൻ എന്തിനാ ഓതുന്നത് തിരുമേനി? നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിപ്പിച്ചത്? റസൂല് പറഞ്ഞു, നിങ്ങളുടെ വായിൽ നിന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് പാരായണം ചെയ്യണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഓതാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ഓതി ഓതി വന്ന് സൂറത്തുൻ നിസായിലെ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ ഫജിഅനാ ബിക അലാ ഹഉലാഇ ഷഹീദാ എന്ന ആയത്ത് വന്നപ്പോൾ, അതെത്തിയപ്പോൾ തിരുമേനി പറഞ്ഞു, മദി ഇബ്നു മസ്ഊദ്, മദി ഇബ്നു മസ്ഊദ്, നിർത്തൂ ഇബ്നു മസ്ഊദ്. എന്തേ കാരണമെന്നോ അതിന്റെ ആശയം എന്താണെന്നോ അള്ളാഹു പറയുകയാണ്. പരലോകത്ത് ഓരോ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓരോ ആളുകളെയും അള്ളാഹുവിന്റെ മഹ്ശറയിൽ കൊണ്ടുവന്ന് അണിയണിയായി നിർത്തുമ്പോൾ ആ സമുദായങ്ങൾക്ക് സാക്ഷിയായി അവരിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരുമ്പോൾ, നിങ്ങളുടെ സമുദായത്തിന്റെ സാക്ഷിയായി താങ്കളെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും പ്രവാചകരെ താങ്കളുടെ സ്ഥിതി എന്ന് ആശയം വരുന്ന ആയത്ത് കേട്ടപ്പോ തിരുമേനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തിരുമേനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ സമുദായത്തിന് ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് സാക്ഷിയായി എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമ്പോ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരായി ഞാനും നിങ്ങളും മരിച്ചുപോയി റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ പരാജയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടതാണ് തിരുമേനി പ്രവാചകന്റെ പള്ളിയിൽ നിൽക്കുന്നു. ഒരു ജൂതന്റെ മൃതദേഹവുമായി ആളുകൾ നടന്നു പോകുന്നു. തിരുമേനി എഴുന്നേറ്റ് നിൽക്കുന്നു. സ്വഹാബികൾ ചോദിച്ചു, എന്തിനാ റസൂൽ എഴുന്നേറ്റത്? ജൂതനല്ലേ അത്? തിരുമേനി പറഞ്ഞു, ജൂതനെങ്കിലും അയാളൊരു മനുഷ്യനല്ലേ? കഴിയുന്നില്ല ചരിത്രം. ആ ജൂതന്റെ മൃതദേഹം വഹിച്ചു പോകുന്ന വിലാപയാത്രയുടെ നേരെ നോക്കുമ്പോ തിരുമേനിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയപ്പോ സ്വഹാബികൾ ചോദിച്ചു പ്രവാചകനോട്, റസൂലേ, നിങ്ങളിപ്പോ കരയുന്നാണോ? ജൂതന്റെ മൃതദേഹം കണ്ട് കരയുന്നാണോ? തിരുമേനിയുടെ മറുപടി, അള്ളാഹുവിന്റെ കോടതിയിൽ അയാൾ പറഞ്ഞേക്കുമോ, ഒരു പ്രവാചകൻ ഒരു സമുദായത്തിൽ ജീവിച്ചിരുന്നിട്ട് എനിക്ക് ഹിദായത്ത് കൊണ്ടുവന്ന് തന്നില്ല എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിൽ പരാതി പറഞ്ഞാൽ ഞാനെന്ത് മറുപടി പറയും എന്റെ സ്വഹാബികളെ എന്ന് ചോദിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ഒരു പ്രവാചകന്റെ സ്വഹാബത്തിനെ പിൻപറ്റുന്നവരാണ് നമ്മൾ. എവിടെയാ നമ്മളുള്ളത്? എവിടെയാ നമ്മൾ നിലകൊള്ളുന്നത്? നമുക്കിത് ലഭിച്ചു, നമുക്ക് ഈ സൗഭാഗ്യം ലഭിച്ചു. ഈ സൗഭാഗ്യത്തിന്റെ സുഹൃതം അനുഭവിക്കുവാനും അതിന് മുന്നോട്ട് പോവാനും മനസ്സ് നിറഞ്ഞ് തൗഹീദ് ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനും റബ്ബിന്റെ അപാരമായ അനുഗ്രഹം നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയ നിങ്ങളുടെ നാഥന്റെ അപദാനം നിങ്ങൾ പറഞ്ഞോളണം എന്ന റബ്ബിന്റെ അപദാനം പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. വലിയൊരു വിഭാഗത്തിന് ഇത് എത്തിച്ചു കൊടുക്കാതെ പോയാലോ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എന്ത് മറുപടി പറയാനുണ്ടാകും നമുക്ക്? അതുകൊണ്ട് ഈ സിറാത്തുൽ മുസ്തഖീമിനെ നമ്മൾ പഠിച്ചോളണം, അത് പകർന്നോളണം, അത് പഠിപ്പിക്കാൻ കഴിയണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം നമ്മൾ നമ്മുടെ കാര്യവും ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മറന്നു പോവരുത്. നമ്മൾ ഈ കാര്യം കൃത്യമായി അനുഷ്ഠിക്കുക, അത് ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം. ഓരോ ആത്മാവും അവന് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് കൃത്യമായി പരിശോധിക്കണം. അതല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിധിക്കപ്പെടുമ്പോൾ നമ്മൾ തോറ്റുപോകും സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നടത്തുന്ന ഒരു വല്ലാത്ത പ്രഖ്യാപനമുണ്ട്. ഓരോ ചെറിയ കുട്ടികളും ഹൃദിസ്ഥമാക്കിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
അല്ലാഹ് പറയാണ്, അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ള ആളുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾക്ക് തോന്നിയ പോലെയല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെയല്ല, മറിച്ച് അതിന്റെ കൃത്യമായ ഹഖായ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളണം. എന്തിനും ഒരു ഹഖുണ്ട്, ഒരു ഹഖായ രൂപമുണ്ട്. വമാ ഖദറുല്ലാഹ്, അവർ അല്ലാഹുവിനെ കണക്കാക്കിയിട്ടില്ല. എങ്ങനെ? ഹഖ്ഖ ഖദരിഹി, കണക്കാക്കേണ്ടുന്ന മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. ഖുർആൻ ഓതുമ്പോൾ ഹഖ്ഖ തിലാവതിഹി, ആ കൃത്യമായ തിലാവത്ത് എന്ന് പറഞ്ഞ പോലെ റബ്ബ് ഇവിടെ ആവർത്തിച്ച് പറയാ, നിങ്ങൾ റബ്ബിനെ കണക്കാക്കേണ്ടുന്ന മുറപ്രകാരം കണക്കാക്കിക്കോളണം. എന്നിട്ട് റബ്ബിന്റെ പ്രഖ്യാപനം വരികയാണ്, വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോവരുത് കേട്ടോ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ, നിങ്ങൾ വിശ്വാസികളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത്. അതാണ് പ്രധാനം. സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ജീവിക്കുന്നു, ഈ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളുന്നു. പക്ഷേ മരിച്ചു പോകുന്ന സമയത്ത് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. അവിടെയാണ് പ്രധാനം. എവിടുന്ന് മരിച്ചാലും, ഏത് ദിവസം മരിച്ചാലും, ഏത് രീതിയിൽ മരിച്ചാലും, എപ്പോ മരിച്ചാലും അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് മരിക്കുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിച്ചാലേ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്നതിന്റെ പ്രതിഫലം, അതിന്റെ ഉപകാരം നമുക്ക് കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാരായ പ്രവാചകന്മാര് മക്കളെ ഉപദേശിച്ചില്ലേ? ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ രണ്ട് പ്രവാചകന്മാരും മക്കളോട് പറയാണ്, എൻ്റെ മക്കളെ, അല്ലാഹു ഇതാ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുകയാണ്, നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ മരിച്ചു പോകുമ്പോ നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ല നിങ്ങൾ മരിച്ചു പോവരുത്. മക്കളെ ഉപദേശിക്കണം. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? പിതാക്കൾ മരിച്ചു പോകുമ്പോൾ മക്കളോട് പറയും, ഇതാ ഇന്ന ഇന്ന സ്വത്ത് നിനക്കാണ്, ഇന്ന ഇന്ന വാഹനം നിനക്കാണ്, വീട് നിനക്കാണ്, മറ്റത് മോക്കാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ രണ്ട് പിതാക്കന്മാരെ പടച്ച റബ്ബ് പറയാ, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനിഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വനഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് പ്രവാചകന്റെ മരണത്തിന്റെ സമയം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് പടച്ച റബ്ബ് പറയാ, ഇത് ഖാല ലിബനീഹി, അദ്ദേഹം മക്കളോട് പറയാണ്, അല്ലയോ എൻ്റെ പൊന്നുമക്കളെ, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാ വിളിച്ചു പ്രാർത്ഥിക്കുക? മക്കള് ബാപ്പാന്റെ കൂടെ ശരിയായ മാർഗത്തിൽ പടച്ചോന്റെ റുജുവായ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്നത് കാണുന്ന ബാപ്പ മക്കളോട് ചോദിക്കുക, എനിക്ക് ശേഷം ഞാൻ മരിച്ചു പോയാൽ, എൻ്റെ വഫാത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക? നിങ്ങൾ ആർക്കാ ഇബാദത്ത് എടുക്കുക? മക്കളുടെ മറുപടി, ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദാ. പിതാവേ, നിങ്ങൾ പഠിപ്പിച്ച ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അവരെല്ലാവരും പഠിപ്പിച്ച ആ ശരിയായ മാർഗമുണ്ടല്ലോ, ആ ഏകനായ റബ്ബിനെ ആരാധിക്കുന്ന വഴിയുണ്ടല്ലോ, അതിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ നിലകൊള്ളുക, അതിൽ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്ന് മക്കള് പിതാവിന് ഉറപ്പ് കൊടുക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം ഏത് സമയത്തും തെറ്റിപ്പോവാം, നേർമാർഗത്തിൽ നിന്ന് പഴച്ചു പോകാൻ സാധ്യതകൾ ധാരാളമാണ്. പ്രഭാതത്തിൽ മുസ്ലിമാണ്, പ്രദോഷമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്ന അവസ്ഥയാണ് ഈ സമുദായത്തിനുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ പരിശോധിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞത് നമ്മൾ പരിശോധിക്കാതെ പോയാൽ, ശ്രദ്ധിക്കാതെ പോയാലോ, പരാജയപ്പെട്ടാലോ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, ലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്വത്തോ സന്താനമോ ഒരു അധികാരവും
നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഋജുവായ നേരായ ഒരു ഹൃദയവുമായി ആര് പടച്ച റബ്ബിന്റെ മുമ്പിൽ വരുന്നു അവരെ വിജയിക്കുകയുള്ളൂ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. പടച്ചവനെ കാണാൻ ആഗ്രഹിക്കുന്നവര്, പരലോകത്ത് റബ്ബിന്റെ തൃപ്തി ലഭിച്ച് റബ്ബിന്റെ ആ ഒരു എഴുന്നള്ളത്ത് കാണാൻ ആഗ്രഹിക്കുന്നവര് എന്താ വേണ്ടത്? അമൽ സ്വാലിഹാത്തുകൾ ചെയ്തോളണം. അതോടൊപ്പം ശിർക്ക് കടന്നു വരാതെ ശ്രദ്ധിക്കണം. ഇബാദത്തിൽ ശിർക്കിന്റെ അംശം പോലും കടന്നു വരരുത്. ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണോ ഉള്ളത്? ഞങ്ങൾ നേരായ മാർഗത്തിലാണല്ലോ ഉള്ളത്. ഞങ്ങൾക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാം. അങ്ങനെയല്ല. റബ്ബ് പറയാണ്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. ആർക്കെങ്കിലും ആഖിറത്ത് ലഭിക്കണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വസഅ ലഹാ അവന് അതിനു വേണ്ടി അമലുകൾ ചെയ്യട്ടെ, അവൻ അതിനു വേണ്ടി അധ്വാനിക്കട്ടെ. അവന് തോന്നിയ അധ്വാനമല്ല, തോന്നിയ പ്രവർത്തനങ്ങളല്ല, മറിച്ച് അതിനു വേണ്ടി റബ്ബ് പഠിപ്പിച്ച, റബ്ബിന്റെ റസൂല് പഠിപ്പിച്ച അമലുകൾ അവർ ചെയ്യട്ടെ. ചെയ്യുമ്പോഴോ വഹുവ മുഅ്മിനുൻ അവൻ വിശ്വാസിയായിക്കൊണ്ട് ഈ അമലുകൾ അങ്ങ് ചെയ്താൽ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ അവരിൽ നിന്ന് അവരുടെ അമലുകൾ റബ്ബ് നന്ദിയോടെ തൃപ്തിയോടെ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ജീവിക്കണം. നേർമാർഗത്തിൽ ജീവിക്കുമ്പോൾ ആദർശം കൃത്യമായി, വിശ്വാസം ശരിയായി, തൗഹീദ് കൃത്യമായി തെന്നിപ്പോവാതെ റബ്ബിന്റെ റസൂല് പഠിപ്പിച്ച, റബ്ബിന്റെ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു മാർഗത്തിലുള്ള അമലുകൾ ചെയ്തോളണം. എന്നാലേ പടച്ച റബ്ബ് നന്ദിയോടെ അത് സ്വീകരിച്ച് നമുക്ക് പ്രതിഫലമായി നൽകുകയുള്ളൂ. അല്ലെങ്കിലോ ഈ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോയാലോ, ഈ മാർഗമൊക്കെ വിട്ട് തോന്നിയ പോലെ ജീവിച്ചാലോ, അപ്പോഴെന്താ സംഭവിക്കുക? ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ അർബഇൻ. നാളെ പടച്ചറബിന്റെ കോടതിയിൽ വരുമ്പോ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാതെ നിന്റെ വെച്ച കാല് മുമ്പോട്ടെടുക്കാൻ റബ്ബ് അനുവദിക്കില്ല. തിരുമേനി പറയാണ്, അൻ ഉംരിഹി ഫീമ അഫ്നാ വ അൻ ശബാബിഹി ഫീമ അബ്ലാ വ അൻ മാലിഹി മിൻ ഐന ഇക്തസബതുഹു വ ഫീമ അൻഫഖതുഹു വ അൻ ഇൽമിഹി മാ അമില ഫീഹി. എന്താണെന്നോ, നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടാ, പഠിച്ചിട്ടത് കൊണ്ടെന്തമല് നീ ചെയ്തടാ, ധനമെങ്ങിനാ സമ്പാദിച്ചതും അത് ഏത് മാർഗമിലാണ് ചെലവ് നീ ചെയ്തതും. നിന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും, നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, നിന്റെ സമ്പാദ്യത്തെ കുറിച്ച് ചോദിക്കും, നിന്റെ ഇൽമിനെ കുറിച്ച് ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ പോയാൽ നിന്റെ വെച്ച കാലിയെടുത്തിട്ട് അങ്ങ് മുന്നോട്ട് പോവാൻ റബ്ബ് അനുവദിക്കില്ല. റസൂല് പറഞ്ഞതാ നമ്മളോട്. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ കൃത്യമായി പരിശോധിക്കണം. നമ്മൾ കൃത്യമായി പരിശോധിക്കാതെ പോയാൽ നമ്മൾ തോറ്റുപോകും, നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ചെയ്യുന്ന ഒരു അമലും നഷ്ടപ്പെട്ടു പോകില്ല. ഒരു പുണ്യപ്രവർത്തനവും നമുക്ക് കയ്യിൽ നിന്ന് പാഴായി പോവില്ല. എന്തേ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ നഹ്സുനാഹു ഫീ ഇമാമിൻ മുബീൻ. നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, നാമാണ് മരണവും ജീവിതവും പടച്ചത്. അവർ ചെയ്തു വച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും നാം എഴുതി വെക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാ പടച്ച റബ്ബ് പറയുന്നത്. നമ്മൾ നേരായ വിശ്വാസത്തിൽ, നേരായ മാർഗത്തിൽ, നേരായ ആദർശത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസികൾക്ക് പടച്ച റബ്ബ് സമാധാനത്തിന് വേണ്ടി അവർക്ക് പറഞ്ഞു തരിക, നിങ്ങളുടെ ഒരു അമലും നഷ്ടപ്പെട്ടു പോകൂല, ഒന്നും നഷ്ടപ്പെട്ടു പോകൂല. ഇന്ന മിമ്മാ തൽഹഖുൽ മുഅ്മിന മിൻ ഹസനാതിഹി വഅമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. അങ്ങനെ റസൂലുള്ളാഹി പറയുന്നത്. വിശ്വാസിയായി മുഅ്മിനായി ജീവിച്ച് മരിച്ച ഒരു മനുഷ്യന്റെ സുഹൃതങ്ങളുടെ, സൽപ്രവർത്തനങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ പുണ്യം അവന് മരണശേഷവും
തൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണശേഷവും അവനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതെന്ത് വേണം? സൽക്കർമ്മങ്ങൾ, അതിൻ്റെ തുടർച്ചയുണ്ടാവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് മരിച്ചു പോവാൻ കഴിയുന്നവർക്ക് അതിനുള്ള പുണ്യം കിട്ടും എന്ന അള്ളാന്റെ റസൂൽ പറയുന്നത്. ഒരു പള്ളി, മൻ ബനാലില്ലാഹി മസ്ജിദ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, പള്ളി ഉണ്ടാക്കി മരിച്ചു പോകുന്ന ആളുകൾ അവരുടെ മരണശേഷവും ഒരു പള്ളി നിർമ്മിക്കാൻ കഴിയാത്തവർ പള്ളിക്ക് സ്ഥലം കൊടുത്തു, അതിന് ഇളവ് ചെയ്തു കൊടുത്തു, പള്ളി നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ മുസ്ഹഫ് പള്ളിയിലേക്ക് നൽകി, അതുപോലെയുള്ള വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെയൊക്കെ മരിച്ചു പോകുന്ന ആളുകളെ പറ്റി റസൂലുള്ള പറയാ, തൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അവരുടെ മരണശേഷവും അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് പുണ്യമിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ മരിച്ചുപോയി, അവർ ഖബറിൽ കിടന്ന് അവർ മണ്ണായി, എല്ല് മണ്ണായി നുരുമ്പിച്ച് മണ്ണോട് ചേർന്നാലും ഖിയാമത്ത് വരെ അവർ ചെയ്തു വച്ച സൽക്കർമ്മങ്ങളുടെ ആ പള്ളികളിൽ ആരെങ്കിലും ഒന്ന് നമസ്കരിച്ചാൽ, അവർ ഖുർആൻ ഓതിയാൽ, അവർ ഇഅ്തികാഫ് അനുഷ്ഠിച്ചാൽ, അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്ത ആളുകൾക്കൊന്നും കുറയാതെ ഈ മരിച്ചുപോയ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റമളാനിന്റെ സുദിനങ്ങളിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് പള്ളി സ്വന്തം നിർമ്മിക്കാൻ നമുക്ക് പറ്റൂല. എന്നാൽ സഹോദരന്മാരെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പരലോകത്ത് നമുക്ക് കിട്ടും. ഉപയോഗപ്പെടുത്തണം. അതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാലോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ തോന്നിയ പോലെ മുന്നോട്ട് പോയാലോ, അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് അവതരണം തുടങ്ങിയ സ്വഹാബത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി, അവരുടെ സംശയങ്ങൾക്ക് നിവാരണമായി, അവർക്ക് മാർഗദർശനമായി 23 ചില്ലാനം വർഷങ്ങളെ കൊണ്ട് അവതരിച്ച് പൂർത്തിയാക്കിക്കൊണ്ട് റബ്ബ് പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എന്തിനാ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നോ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. എന്തിനാ റബ്ബ് നിങ്ങളെ കൊണ്ടുവരുന്നത്? നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളോട് കുശലം ചോദിക്കാനാണോ? നിങ്ങളോട് അന്വേഷണം പറയാനാണോ? അല്ല. പിന്നെ എന്തിനാണെന്നോ, അന്ന് ഓരോ മനുഷ്യനും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് അവന് തത്തുല്യമായി പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. വഹും ലാ യുസ്ലമൂൻ, അന്ന് ഒരാളും തന്നെ ആക്രമിക്കപ്പെടുകയില്ല, അന്യായമായി അനീതി ചെയ്യപ്പെടുകയില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു പറയുന്നത്. അന്യായം ആരും ചെയ്യപ്പെടുകയില്ല, അക്രമം ചെയ്യപ്പെടുകയില്ല. ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിക്കോ എന്നാ പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരും മരിക്കും. ജീവിച്ചിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ, മരണം സുനിശ്ചിതമാണ്. മുഅ്മിനായി ജീവിച്ചോ, മുഅ്മിനായി മരിക്കാൻ കഴിയും. കാഫിറായി ജീവിച്ച കാഫിറായി മരിക്കേണ്ടി വരും. മരണത്തിന്റെ സമയത്തോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു സുബ്ഹാനഹു പറയാണ്, എല്ലാവരും മരിക്കും, ഓരോരുത്തരും മരിക്കും. ജനിച്ചിട്ടുണ്ടോ, മരണം സുനിശ്ചിതമാണ്. ആരും ഒഴിവാവുകയില്ല, ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. നീ ജനിച്ചിട്ടുണ്ടോ, മരണം സുനിശ്ചിതമാണ്. ആ മരണത്തിന്റെ സമയത്ത് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. വളന്ന അന്നഹുൽ ഫിറാഖ്, ഇത് എൻ്റെ വേർപാടാണെന്ന് മനുഷ്യനങ്ങ് മനസ്സിലാക്കുമ്പോ, വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, മരണത്തിന്റെ വെപ്രാളം കൊണ്ട്, വേദന കൊണ്ട് കണങ്കാലും കണങ്കാലും ചുറ്റിപ്പണയുകയും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഹബ്ബിന്നലാ മുഹമ്മദിൻ സകറാത്ത്, അല്ലാഹുവേ ഈ മുഹമ്മദിന് നീ മരണത്തിന്റെ വേദന ലഘൂകരി
സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചതാണ് അതുപോലെയുള്ള അനുഭവം. അല്ലാഹുമ്മ ഹവ്വിന്നലാ മുഹമ്മദിൻ എന്ന് തിരുമേനി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇന്നക തൗഖുദുർ റൂഹു മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിലി ഫഅഇന്നി അലാ മൗതി വഹവ്വിൻ അലയ്യ. ആയിഷ ബീവി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ നീ മാംസത്തിലൂടെ മജ്ജയിലൂടെ ഞരമ്പിലൂടെ റൂഹ് വലിച്ചെടുക്കുമ്പോ അതിന്റെ ഭീകരമായ വേദനയിൽ എനിക്ക് ലഘൂകരണം നൽകണേ അല്ലാഹ്. ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകും, ഓരോരുത്തർക്കും ഉണ്ടാകും. രക്ഷപ്പെടാൻ കഴിയില്ല. ജീവിതം അങ്ങനെ ഒരുപാട് ജീവിച്ചു പോകണം എന്ന് തീരുമാനിച്ചാൽ കഴിയില്ല. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഏത് കൊട്ടാരം പണിത് കോട്ട പണിത് അതിന്റെ അകത്തളത്തിൽ ഇരുന്നാലും ഏത് കൊട്ടാരം പണിത് അവിടെ ഒളിച്ചിരുന്നാലും മരണം പിടികൂടും കേട്ടോ. ലഭിക്കും, നിങ്ങളുടെ കാര്യം ഏൽപ്പിച്ച മലക്ക് പിടികൂടും. എന്നിട്ടോ പിടികൂടുന്നത് എന്തിനു വേണ്ടിയാ തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. റബ്ബിങ്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരാൻ. അങ്ങനെയാ റബ്ബ് പറഞ്ഞത്. ഫയുനബ്ബിഉകും, നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരാൻ വേണ്ടി നിങ്ങളെ പിടികൂടി കൊണ്ടുവരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ. അന്ന് അവിടെ ആ പരലോകത്ത് തുമ്മ ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അന്ന് ആരെയാണ് റബ്ബ് പാപികളെ പാർപ്പിക്കുന്ന നരകത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് ആരെയാണോ റബ്ബ് പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് ഫാസ്, അതാണ് കൃത്യമായ വിജയം. ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം നിങ്ങളെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന, കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. അതിൽ നിങ്ങൾ വഞ്ചിതരായി പോവരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു നമ്മളോട് പറയുന്നത്. ഈ പറഞ്ഞ കാര്യം അത്രയും നമ്മൾ കേട്ടു, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അലംഭാവം ഉണ്ടാവരുത്, മടിയുണ്ടാവരുത്. ഒരു തരത്തിലുമുള്ള അലംഭാവം വന്നാൽ ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്തിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഒരു മനുഷ്യന്റെ മുമ്പിൽ മരണം ഹാജരാകുമ്പോൾ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് ഒരുങ്ങുമ്പോൾ ആ മനുഷ്യൻ പറയാ, പടച്ചോനെ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം കേട്ടോ, കുറച്ചുകൂടെ സമയം. ദുനിയാവിലൊരു കാര്യത്തിനുമല്ല, മറിച്ച് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ അമലുകൾ ഇവിടെ ബാക്കിയാണ്, അത് ചെയ്യാൻ എനിക്ക് സമയം നൽകണേ അല്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹുടെ മറുപടി കല്ല, വേണ്ടടാ, ഇന്നഹാ കലിമ, അത് നിന്റെ ഒരു വെറും വാക്ക് മാത്രമാണ്, നിനക്കിവിടെ സമയമല്ല, ആയുസ്സില്ല, പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഇടയിലുള്ള ബർസഖിയായ ഖബറിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ നിന്ദ്യരായി അപമാനിതരായി പോകുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആദർശം പഠിക്കുക, അത് കൃത്യമായി മനസ്സിലാക്കുക, അത് അംഗീകരിച്ച് ജീവിക്കുക, അതിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ അനുഷ്ഠിച്ച വിശുദ്ധ റമളാൻ വ്രതം അതിൻ്റെ പരിപൂർണമായ പവിത്രതയോടെ പരിശുദ്ധിയോടെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടം വീട്ടാനുള്ള അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക്, ഞങ്ങൾക്ക് മുമ്പ് കടന്നുപോയി ആദർശത്തിലേക്ക് വഴി കാണിച്ചു തന്ന ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പൊറുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. അല്ലാഹുമ്മ അഹീനാ അൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അഹീനാ അൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഖബ് ലനാ മിൻ
لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته അൽഹംദുലില്ലാഹ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബയാൻ ചെയ്ത മൗലവി റിയാസ് ഉദായിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഫദലുൽ ഹഖ് ഉമരി നിങ്ങളെ സംബോധന ചെയ്യുന്നതാണ്.